ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കിതാബുൽ ജനായിസ് അല്ലേ, ജനാസകൾ ചർച്ച ചെയ്യുന്ന ബാബാണ് കിതാബുൽ ജനായിസ്. ബാബുൽ ജനായിസ് എന്നങ്ങനെയാണ് ഫുഖഹാവ് വാർത്തകളിൽ. എന്നിട്ട് പിന്നെ ഇത് ബന്ധപ്പെട്ട ഒക്കെയാണ് പറയണം. അഥവാ രോഗശുശ്രൂഷ മുതൽ രോഗം കാണാൻ പോകൽ മുതൽ പിന്നെ പോയിട്ട് മരിച്ചിട്ട് മറമാടി കഴിയുന്ന വരെയുള്ള ഒക്കെയാണ് ചർച്ച കൊണ്ടിരുന്നത്. ഇനി അതിൻ്റെ ഉള്ളിൽ ബാബുടെ വായിച്ചു. ബാബു ഇയാദത്തിൽ മരീളി, രോഗിയെ സന്ദർശിക്കുന്നതിന് മഹത്വം പറയണ ബാബ്. വസി സവാബിൽ മർലി, രോഗം സഹിക്കുന്നതിൻ്റെ പ്രതിഫലത്തിൻ്റെ പറയണ ബാബ്. രോഗം ഉണ്ടായാൽ അതുകൊണ്ടൊരു കാര്യം. അൽ ഫസ്ലുൽ അവ്വലു അൻ നബി മൂസാ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലം, അള്ളാഹിൻ്റെ തിരുദൂതർ പറയാണ്, അതീമുൽ ജാഇഅ, വിശന്നവർക്ക് നിങ്ങൾക്ക് ഭക്ഷണം നൽകണേ. ഉഊദു അൽ മരീൽ, രോഗികളെ നിങ്ങൾ സന്ദർശിക്കണേ. വഫുക്കുൽ ആനിയ, അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ നിങ്ങൾ അയച്ചിടണേ. നിരപരാധിയായൊരു മനുഷ്യൻ ജയിലിൽ കിടക്കുകയാണെങ്കിൽ ഓനെങ്ങനെയെങ്കിലും പുറത്താക്കണം. വേറെ പിടിച്ച് കയറി ഒരു മരത്തുമ്പോൾ പിടിച്ച് കണ്ട് സാധുവിനെ കെട്ടിച്ചേക്കുകയാണ് ഉൽമൻ നൽകി നമ്മൾ കഴിച്ചിടണം. അത് പെട്ട് അതിൻ്റെ പരിധിയിലെല്ലാം പെട്ട്. റവാഹുൽ ബുഖാരി. وعن أبي هريرة رضي الله عنه أنه قال رسول الله صلى الله عليه وسلم حق المسلم على المسلم خمس, മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ മേലുള്ള ബാധ്യത അഞ്ചാണ് 6 എന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ടുണ്ട് കേട്ടോ. ഈ ഹദീസിന് 5 എന്നാണ് പറഞ്ഞത്. 1 റദ്ദുസ്സലാം, 2 ഇയാദത്തുൽ മരീർ, 3 ഇത്തിബാഉൽ ജനായിസ്, 4 ഇജാബത്തുദ് ദഅവ, ക്ഷണിച്ചാൽ ഉത്തരം കൊടുക്കുക, 5 തസ്മീത്തുൽ ആതിസി, തുമ്മിങ്ങാണ്ട് റബ്ബിനെ സ്തുതിച്ച് കഴിഞ്ഞാൽ റഹ്മക്കുമുള്ള കൊണ്ട് സമാധാനിപ്പിക്കുക. കേട്ടില്ലേ? തഫഖുൻ അലൈഹി. വഅൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്ത്. കണ്ടോ, 6. ഖീല മാ ഹുന്ന യാ റസൂലല്ലാഹ്, ഖാല തങ്ങൾ പറഞ്ഞു, ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, കണ്ടുമുട്ടിയാൽ സലാം പറയണം. വഇദാ ദഅക ഫഅജിബുഹു, അവൻ ക്ഷണിച്ചാൽ നീ ഉത്തരം ചെയ്യണം. വഇദസ്തൻസഹക ഫൻസഹ് ലഹു, അവൻ നിന്നോട് സദുപദേശം തേടിയാൽ അവനക്ക് നീ ഉപദേശം നൽകണം. വഇദാ തസബ ഹമിദല്ലാഹ, സ്തുതിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഹംദ് ചെയ്ത തുമ്മിയിട്ട് സ്തുതിച്ചു കഴിഞ്ഞാൽ ഫശമ്മിത്ഹു, അവനെ നീ റഹ്മത്തുള്ള കൊണ്ട് സമാധാനിപ്പിക്കണം. ഫൈദാ മരിള ഫഉദുഹു, രോഗിയായാൽ അവന് കാണാൻ പോകണം. ഫൈദാ മാത ഫത്തബിഉഹു, മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജനാസക്ക് നീ പിൻപറ്റണം. ഇപ്പോൾ അടുക്കൂല വീട്ടിക്ക് പടച്ചോദനൊക്കെ ഒരു ഒരു അന്ത്യം നൽകട്ടെ. പറഞ്ഞു രോഗിനെ കാണാൻ പോകുക എന്നുള്ളത് അമലാണല്ലോ. അങ്ങനെ സാധനം അങ്ങനെയുള്ളത് എന്താ ഉള്ളത്? വലോമിൻ റമദിൻ, ചങ്കണ്ണാണെങ്കിലും നീ രോഗിയെ കാണാൻ പോകണം എന്നല്ല ഉള്ളത്. ഇങ്ങനെ നിയമമുള്ളത്. റവാഹു മുസ്ലിം. വഅൻ ബറാഇ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല അമറന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസബഇൻ, 7 കാര്യം കൊണ്ട് ഞങ്ങളോട് കൽപ്പിച്ചു. വനഹാന അൻ സബഇൻ, 7 കാര്യത്തിനെ തൊട്ട് വിലക്കി. ഏതാണ് 7 കാര്യങ്ങൾ നോക്കാം. അമറനാ ബിഇയാദത്തിൽ മരീൽ, രോഗിയെ സന്ദർശിക്കൽ കൊണ്ട് കൽപ്പിച്ചു. വത്തിബായിൽ ജനായിസി, ജനാസയോട് പിൻപറ്റുക. ജനാസ എപ്പോഴാണ് പറയുന്നറിയോ? കട്ടിൽ കയറ്റി കടത്തി കഴിഞ്ഞ മയ്യത്തിനാണ് എന്താ പറയുക? ജനാസ അറിയാം. ജനസിന്ന് പോകുന്നതാണത്, പൊക്കി എന്നതിനർത്ഥം. ശരി. തുമ്മി സ്തുതിച്ചവനെ സമാധാനിപ്പിക്കൽ കൊണ്ടും, റദ്ദിസ്സലാം, സലാം അടക്കൽ കൊണ്ടും, വൈജാബത്തി ദാഇ, ക്ഷണിച്ചവനിക്ക് ഉത്തരം ചെയ്യൽ കൊണ്ടും, വൈബ്രാദിൽ മുഖ്സിമീ, സത്യം ചെയ്തവനെ സത്യമുക്തനാക്കൽ കൊണ്ടും, വനസിലിൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവനെ സഹായിക്കൽ കൊണ്ടും റസൂലുള്ളാഹി ഞങ്ങൾ കൽപ്പിച്ചു. ആക്രമിക്കപ്പെട്ടവനെ സഹായിക്കാൻ തന്നെയല്ലേ. ഒരാൾ അക്രമം സഹിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വയ്ക്കും പോലെ ഓന ലുൽമിൽ നിന്ന് ലുൽമി ചെയ്യപ്പെടലിൽ നിന്ന് എന്ത് ചെയ്യണം? രക്ഷപ്പെടുത്താൻ നോക്കണം. വാക്കുകൊണ്ട് കഴിയുമെങ്കിൽ വാക്കുകൊണ്ട്. ഒരു ഫോൺ കോൾ ചെയ്ത് കാണേണ്ട ഓനെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ എന്ത് വേണം? രക്ഷപ്പെടുത്താൻ നോക്കണം. അധികാരമുള്ള ആളുകൾക്ക് അധികാരം കൊണ്ട് കഴിയുമെങ്കിൽ അത് നോക്കണം. ഏതെങ്കിലും ഒരു നിരപരാധി അയാൾ എന്തെങ്കിലും കാര്യത്തിൻ്റെ മേലിൽ അയാൾ ദുൽമ സഹിക്കുന്നുണ്ട് എങ്കിൽ
അത് എന്തെങ്കിലും ഷഫായത്ത് കൊണ്ടോ സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ എങ്ങനെയെങ്കിലും കഴിയുമെങ്കിൽ അതിൽ നിന്ന് അയാൾ എന്ത് ചെയ്യണം, രക്ഷപ്പെടുത്താൻ കഴിയുന്നോ രക്ഷപ്പെടുത്തണം. സുജൂദ് റുക്കുവായിട്ട് ഉത്തർന്നാൽ മാത്രം മതിയാവില്ല. പിന്നെന്ത് വേണമെന്ന് പറഞ്ഞത് ഇബ്രാദുൽ മുഖ്സിം എന്നാണ് പറഞ്ഞത്. ഒരു സത്യം ചെയ്തേണ്ട കാര്യം പറഞ്ഞാൽ പടച്ചോനാണ് സത്യം, എനിക്കൊരു 50 ഉറുപ്പ്യ തരുമെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് വേണം, നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ അയാൾ സത്യത്തിൽ വെച്ചവനാവില്ലേ. അപ്പോൾ സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ ആ സത്യത്തിൽ നിന്ന് അയാൾ നമ്മളെന്താണ് മുക്തനാക്കുക എന്ന് പറഞ്ഞാൽ അയാളെന്താ പറഞ്ഞു വെച്ചാൽ ആ കാര്യം ചെയ്യണം. ഇനി വിലക്കിയ കാര്യമോ നഹാനാൻഹാത്തമിദ്ഹബ് സ്വർണ്ണമോതിരത്തെ തൊട്ട് വിലക്കി, വാനിൽ ഹരീർ പട്ടിനെ തൊട്ടോ ദീബാജ് 3 തരം പട്ടുകളാണത്. പരുക്കം പട്ട്, മയുള്ള പട്ട്, കട്ടിപ്പട്ട്, ഇങ്ങനെ പലതരം പട്ടാണത്. വൽ മീസറത്തിൽ ഹംറാ ചുവന്നതായിരിക്കുന്ന മീസറത്തിനെ തൊട്ടും വിലക്കി. അതും ഒരു തരം ഇത് തന്നെയാണ്. ഇവർ പിന്നെ ഒരുപാട് പ്രാവശ്യത്തിനുണ്ട്, അതൊരു പട്ട് തന്നെയാണ് അത്ര ചുവന്ന നിറത്തിലുള്ളതായ. വൽ കിസ്സിനെ തൊട്ടും വിലങ്ങി. ഒക്കെ പട്ടന്നെ ചുവന്നതായിരിക്കുന്ന മീസറ പട്ടിനെ തൊട്ടും. വൽ കസ് എന്ന നാട്ടിൽ നിന്ന് വരുന്നതായ പട്ടും പട്ടല്ലാത്തതും കൂടി മിക്സഡായിട്ടുള്ള പട്ടിനത്തോട് വസ്ത്രത്തിനെ തൊട്ടും വിലക്കി. വാനിയത്തിൽ ഫില്ല വെള്ളിപ്പാത്രത്തിനെ തൊട്ടും. ആനിയത്ത് കാരണം ഇതിനായിട്ട് ജമ്മാട്ടോ പാത്രങ്ങൾ. ഒഫി റിവായത്ത് മറ്റൊരു പോട്ടിൽ കാണാൻ വാനി ഷുർബി ഫിൽ ഫില്ല വെള്ളിപ്പാത്രത്തിൽ കുടിക്കലിനെ തൊട്ട് എന്നുള്ളത്. വൈന്നഹോ നിശ്ചയം കാര്യം മനുഷ്യരിപ്പ ഫീഹാരികൾ വെള്ളിപ്പാത്രത്തിൽ കുടിച്ചാൽ ഫിദ്ദുന്യ ഇഹലോകത്ത് വെച്ച് വെള്ളിപ്പാത്രത്തിൽ കുടിച്ചാലും വിഷറബു ഫീഹാ ഫിൽ ആഖിറ പരലോകത്ത് വെച്ച് വെള്ളിപ്പാത്രത്തിൽ കുടിക്കൂല, സ്വർഗത്ത് കടക്കൂല എന്നർത്ഥം. മുത്തഫഖുൻ അലൈഹി. വൻ സൗബാൻ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ മുസ്ലിമാ നിശ്ചയമായിട്ട് മുസ്ലിം ഇദാ ആദ അഖാഹുൽ മുസ്ലിമാ ഇദാ ആദ കേട്ടോ തന്നെ മുസ്ലിമായ സഹോദരനെ രോഗം കാണാൻ പോയാൽ ലം യസൽ ഫീ ഖുർഫത്തിൽ ജന്ന അവൻ സ്വർഗത്തിൻ്റെ അതായിരിക്കുന്ന സ്വർഗീയ വഴിയിലാണവൻ തിരിച്ചു വരുന്നത് വരെ. ഒരു രോഗിനെ തൻ്റെ കൂട്ടുകാരനെ മുസ്ലിമായ കൂട്ടുകാരനെ കാണാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ അവൻ ഏത് വഴിയിലാണ്? സ്വർഗത്തേക്കുള്ള വഴിയിലൂടെയാണ് അവൻ പോകുന്നത്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ യഖൂലു യൗമൽ ഖിയാമ അൻ്റെ നാൾ അല്ലാഹ് ചോദിക്കും, ഇബ്നാദം, എടാ ആദമിൻ്റെ മോനെ, മരിത്തു ഫലം തഴുതിനി, എനിക്ക് രോഗിയായിട്ട് ജിന്നെ കാണാൻ വന്നില്ലല്ലോ. കാല അപ്പം ഈ അടിമ ചോദിക്കുന്നു, യാ റബ്ബി, എൻ്റെ റബ്ബേ, കൈഫാദൂക വന്ത റബ്ബുൽ ആലമീൻ. ഫൈന അതുഴുക്കാൻ അഴുതുക്കാനിരിക്കാൻ ഞാനിങ്ങനെ നിൻ്റെ രോഗം ഞാൻ കാണാൻ വരേ, ഈ റബ്ബുൽ ആലമീൻ അല്ലേ. കാല പോരാമാ അലിം താൻ അബ്ദി ഫുലാനൻ, നിശ്ചയമായിട്ടും എൻ്റെ അബുദാവുന്ന ഇന്നാലുന്ന അബ്ദുറഹ്മാൻ മരുതാ രോഗിയായിട്ട് ഫലം തഴുതുഹു ഈ കാണാൻ പോയില്ലല്ലോ. അലിം താൻ, നിനക്കറിയില്ലേ, അന്നക്കല്ലോ ഉത്തഹു ആ രോഗി ആ അടിമനെ നീ കാണാൻ പോയിരുന്നുവെങ്കിൽ വജത്തനി എന്തഹു എന്നെ നീ അദ്ദേഹത്തിൻ്റെ അടുക്കൽ എത്തിക്കുമായിരുന്നില്ലേ. യവനാദമായുടെ ആദമിൻ്റെ മോനെ, നിന്നോട് ഞാൻ ഭക്ഷണം തേടിയിട്ട് ഫലം തുത്യംനീ എനിക്ക് നീ ഭക്ഷിപ്പിച്ചില്ലല്ലോ. കാലൽ ചോദിച്ചു, യാ റബ്ബി കൈഫു ഒത്തൈമുഖവാന്ത റബ്ബുൽ ആലമീൻ, ഞാൻ എനിക്ക് ഭക്ഷിപ്പിക്കേ, നീ റബ്ബുൽ ആലമീൻ അല്ലേ. കാല അള്ള ചോദിക്കും, അമാലിം താൻ എനിക്കറിയില്ലടാ അന്നവും കാര്യം അബ്ദി എൻ്റെ അടിമ എന്നോട് താമു ചേടി ഫുലാൻ അഥവാ ഇന്നാലിൻ്റെ മനുഷ്യൻ ഫലം തുത്യംഹു എനിക്ക് തിന്നാൻ കൊടുത്തില്ലല്ലോ. അമാലിം താൻ എനിക്ക് അറിഞ്ഞൂടെ എന്നൊക്കെ നിശ്ചയം നീലോ തഹു ആ ഫുലാനിക്ക് നീ ഭക്ഷിപ്പിച്ചിരുന്നുവെങ്കിൽ വജത്തതാലിക്ക ഇന്ദീ അതിനെ എൻ്റെ അടുക്കൽ നീ എത്തിക്കുമായിരുന്നു. യവനാദമായി ഫലം തുസിഖ്നി, ഞാൻ എന്നോട് വെള്ളം തേടിയിട്ട് നീ വെള്ളം തന്നില്ലല്ലോ, ദാഹജലം തേടിയിട്ട് കുടിപ്പിച്ചില്ലല്ലോ. കാല യാ റബ്ബി കൈഫ അസ്കൈക വഅന്ത റബ്ബുൽ ആലമീൻ. ഉസ്കീക്കാന്നും അസ്കീക്കാന്നും വായിക്കട്ടോ. പിന്നെ കാല ഇസ്തസ്ഖാക അബ്ദി ഫുലാൻ ഫലം തസ്കിഹി അല്ലെങ്കിൽ തുസ്കിഹി അമാ അന്നക നിശ്ചയം നീലോ സഖൈതഹു അവനിക്ക് നീ കുടിപ്പിച്ചിരുന്നുവെങ്കിൽ
وجدت ذلك عندي رواه مسلم وعن ابن عباس رضي الله عنهما أن النبي صلى الله عليه وسلم دخل على അയറാബിൻ്റെ മേൽ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അയറാബിൻ്റെ മേൽ കയറി ചെന്നു. ഇപ്പോഴത്തെ ഭരണാധികാരികളും നേതാക്കന്മാരൊന്നും വേദി കാണാൻ വേണ്ടി ചെല്ലൂല. ആദിവാസി പോലത്തെ ഏതെങ്കിലും ഒരു എവിടെയെങ്കിലും കൂരവരി കിടക്കുന്നു കാണാൻ പോല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയല്ല. മുത്തനബി അയറാബിൻ്റെ മേൽ കയറി ചെന്നു. യഊദുഹു രോഗം കാണുന്നവരാ നിലയിൽ. വക്കാന തങ്ങളായി ഇദാ ദഖല അലാ മരീദിൻ യഊദുഹു സന്ദർശകനായിട്ട് രോഗിൻ്റെ അടുത്ത് മുത്തനബി കയറുമ്പോൾ തങ്ങളായിരുന്നു കാല പറയായിരുന്നു ലാ ബഅസ് തഹൂർ ഇൻഷാ അല്ലാഹ്. എങ്ങനെയാ പറയാം? എൻ്റെ കഥ കഴിഞ്ഞിട്ടോ ഇജ്ജ് പോവുക അങ്ങനെയല്ല പറയണ്ടേ. എൻ്റെവിടെ കഴിഞ്ഞു പോയനെ ഇനി എന്നെ എന്താ ഞാൻ 2 ദിവസം കൊണ്ട് ഇജ്ജു എന്നെ കെട്ടിവെച്ച് കൊണ്ടുപോകും നല്ല ഓന് പേടിച്ചാലല്ല ലാ ബഅസ്, ആ പ്രശ്നമില്ല, ആ സാരില്ല, നമ്മളല്ലേ സാരില്ല. പിന്നെ തൊഹൂർ അതൊക്കെ നമ്മളൊക്കെ വൃത്തിയാക്കാനുള്ളൊരു മാറി മാത്രമാണ്. നമ്മൾ തെറ്റൊക്കെ പറ്റിയിട്ടുണ്ടാവില്ലേ, അതൊക്കെ ഒരു ശുദ്ധ സംസ്കരണമാണ് അതൊക്കെ ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ ഖാല ലഹു ലാ ബഅസ് തൊഹൂർ അങ്ങനെ എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പം ഇവിടെ കയറി ചെന്നപ്പോൾ അങ്ങനെ പറഞ്ഞു. കാലാ കല്ലാ ബൽ ഹുമ്മാ തഫൂറു അലാ ശൈഖിൻ കബീർ തസീറുഹുൽ ഖുബൂർ. കല്ലാ നബിയെ അങ്ങനെയല്ലോ. അയാൾ പറഞ്ഞ നബിയെ പറഞ്ഞ മാതിരി അല്ല. ബൽ എങ്കിലും ഹുമ്മാ ഇതൊരു പനിയാൻ, തഫൂറോ അതിങ്ങനെ ജ്വലിച്ചു പൊന്തുന്ന പനിയാണ് നബിയെ. അലാ ശൈഖിൻ കബീർ അങ്ങേയറ്റത്തെ പടുവൃദ്ധനായൊരു മനുഷ്യൻ്റെ മേലിൽ ആളിക്കത്തുന്ന പനിയാണ് നബിയെ. തസീറുഹുൽ ഖുബൂർ ഖബർ ആ മനുഷ്യനെ സന്ദർശിക്കാനെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഫക്കാരങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നഅം ഇദൻ അങ്ങനെ തന്നെയാണ്. റവാഹുൽ ബുഖാരി അല്ലേ? ആയിക്കോട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹ പഠന കാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദസ്തകാ മിന്നാ ഇൻസാനുൻ ഞങ്ങളെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് രോഗമായാൽ മസഹഹു ബിയമീനിഹി നബി തങ്ങൾ അവിടുത്തെ വലത്തെ കൈ കൊണ്ട് രോഗിൻ്റെ മേലിങ്ങനെ തടവി കൊടുക്കും. സുമ്മ ഖാല തങ്ങൾ പറയും അദ്ഹിബിൽ ബസ് റബ്ബന്നാസ് വാശ്ഫി അൻത ഷാഫി ലാ ഷിഫാഉക് ഷിഫാൻ ലാ യുഗാദിറു സഖമാ എന്ന് പറ ദുആ ചെയ്യോ. മുത്തഫഖുൻ അലൈഹി. അദ്ഹിബിൽ ബസ് അല്ലാഹുവേ ഈ പ്രശ്നം നീ നീക്കിക്കളയണേ. നാസിൻ്റെ റബ്ബേ വഷ്ഫി നീ ഷിഫ കൊടുക്കണേ. അന്ത ഷാഫി നീയാണ് ഷാഫി. ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക് നിൻ്റെ ഷിഫയല്ലാതെ ഷിഫയില്ല റബ്ബേ. ഷിഫാൻ ഒരു ഭേദമാക്കണേ. ലാ യുഗാദിർ സഖമാ ഒരു രോഗത്തെയും ഒഴിച്ചിടാത്ത. മുത്തഫഖുൻ അലൈഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅൻഹാ ആയിഷ റളിയല്ലാഹു അൻഹ തൊട്ടിപ്പോട്ട് അന്നഹാ കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ് കാന കാര്യമായി ഇദസ്തക്കൽ ഇൻസാനു ഒരു മനുഷ്യൻ രോഗിയായാൽ അശ്ശൈഉ മിൻഹു അഥവാ മനുഷ്യൻ്റെ ഒക്കൽ നിന്നല്ല വല്ല ഷെയ്യും രോഗിയായാൽ കയ്യിനോ കാലിനോ ഒക്കെ ഔകാനത്ത് ബിഹി ഖുർഹത്തുൻ ഔ ജുർഹുൻ ഖുർഹത്തോ അല്ലെങ്കിൽ പിന്നെ മുറിവോ അതല്ലെങ്കിൽ ഈ പിന്നെ അവയവങ്ങളിൽ രണ്ടിൽ കണ്ടാൽ മുറിവുണ്ട്. കത്തിയൊക്കെ പറ്റിക്കൊണ്ടുണ്ടായില്ലെങ്കിൽ ജുർഹ എന്നറിയും. അതല്ലാതെ വേറെ രീതിയിലുണ്ടായ മുറിവുണ്ടായാൽ ഖുർഹ എന്നറിയും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി എന്ത് ചെയ്യണമെന്നറിയോ? പിന്നെ ബിസ്ബാഹി വിരലിങ്ങനെ വെച്ചിട്ട് പറയും ബിസ്മില്ലാഹ് എന്ന് പറയും. ബിസ്മില്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇസ്മുകൊണ്ട് ഞാൻ ബറക്കത്തെടുക്കുന്നു. ഇങ്ങനെ തമ്മിൽ പറയും തുർബത്തു അർളിന ബിരീകത്തിബാദിന ഞാൻ ഈ വെച്ച മണ്ണ് നമ്മുടെ ഭൂമിയിലെ മണ്ണാണ്, നമ്മളിൽപ്പെട്ട ചിലരാടെ തുപ്പ് നീരിനോട് കലർന്നതുമാണ്. ഇങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാ ഇങ്ങനെ നോക്കും. തുപ്പ് നീര് മണ്ണുക്ക് ഇത്തിരിയാക്കിയിട്ട് ആ മുറിവ് ഇങ്ങനെ വെച്ചിട്ട് പറയും അള്ളാഹുവേ ഇത് നമ്മുടെ
തുപ്പുനീര് കലർന്ന നമ്മുടെ ഭൂമിയിലെ മണ്ണാണ്. എന്തിനാ ഞാൻ ഇങ്ങനെ വെക്കണമെന്നറിയോ? നമ്മുടെ സഖീമിനിക്ക് ശിഫ നൽകപ്പെടാൻ റബ്ബിൻ്റെ ഇതിന് അനുമതി പ്രകാരം. മുത്തഫഖുൻ അലൈഹി. വൻഹാ ആയിഷാബീനെ തൊട്ട് റിപ്പോർട്ട് അന്നഹാ കാലത്ത് കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദസ്തക്കാ, നബിതങ്ങളായിരുന്നു രോഗിയായാൽ നഫസാല നഫ്സിഹി, നബിതങ്ങൾ സ്വന്തം ശരീരത്തേക്ക് മന്ത്രിച്ചൂതും ബിൽ മുഅവ്വിദാത്തി കുല്ലായത് റബ്ബിൽ ഫലക്കും നാസും കുൽവല്ലാഹു അടക്കം ആത്തുകാരില്ല. മുഅവ്വിദ തൈനി എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം മാത്രമാകുമ്പോൾ മുഅവ്വിദാത്ത് എന്ന് പറയുമ്പോൾ കുൽവല്ലാഹു കൂട്ടും കേട്ടോ. തഗ്ലീബാണത്. ഫമസഹ അൻഹു ബിയദിഹി, നബിതങ്ങൾ തൊട്ട് കൈകൊണ്ട് ഇങ്ങനെ തടവുകയും ചെയ്യും. പിന്നെ നബിതങ്ങൾ വഫാത്തായ രോഗിയായ വേദനന്റെ രോഗിയായപ്പോൾ കുന്തു ഞാനായി അംഫുസു അലൈഹി, തങ്ങളുടെ മേലിൽ മന്ത്രിച്ചൂതി കൊടുക്കുന്നവളായി ബിൽ മുഅവ്വിദാത്ത് കുല്ലല്ലാഹു ഫലക്കും നാസ് ഓതിയാണ് ഞാൻ മന്ത്രിച്ചു കൊടുത്തിരുന്നത്. ആരാ പറഞ്ഞേ? റളിയല്ലാഹു അൻഹാ. പിന്നെ ഏതാണ് മുഅവ്വിദാത്ത്? അല്ലത്തി കാന യംഫുസു, നബിതങ്ങൾ പണ്ട് മന്ത്രിച്ചൂതീന് അതേ മുഅവ്വിദാത്ത് ഞാൻ ഊരി മന്ത്രിച്ചു കൊടുത്തീനു. വംസഹു ബിയദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങോട്ട് മുത്തരബിൻ്റെ കൈകൊണ്ട് തടവീനത്. എൻ്റെ കൈകൊണ്ടല്ല, മുത്തരബിൻ്റെ കൈകൊണ്ട് ഇങ്ങനെ തടവി കൊടുക്കും, മുത്തരബിൻ്റെ മേൽ തന്നെ. ഫിരിവായത്തിൽ മുസ്ലിമിൻ കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ് കാന നബിതങ്ങളായ ഇദാ മരിള, രോഗിയായാൽ അഹദും മിൻ അഹ്ലി ബൈത്തിഹി, വീട്ടുകാരിൽ ആരെങ്കിലും രോഗിയായാൽ നഫസ അലൈഹി ബിൽ മുഅവ്വിദാത്ത് കുല്ലഅദ് റബ്ബിൽ ഫലക്കും നാസും കുല്ലല്ലാഹു ഓതിയിട്ടങ്ങ് ഊതുമായിരുന്നു. പിന്നെ വാൻ ഉസ്മാൻ ബിൻ അബിൽ നാസ് റളിയല്ലാഹു അൻഹു ഇശക്കാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ എന്നവർ, ഉസ്മാൻ അഫ്ഫാനല്ല കേട്ടോ, ഉസ്മാൻ അബിലാസാണ്. മൂപ്പര് മുത്തുനബിയുടെ അടുത്ത് വന്നാണ് ആവലാതി പറഞ്ഞു. യജിദുഹു ഫി ജസദിഹി, മേനിയില്ല താൻ എത്തിക്കുന്ന ഒരു വേദന ആവലാതി പറഞ്ഞു. നബിയെ മേലാകെ വേദനയാണ്. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅയതകാലല്ലദീ യഅലമു മിൻ ജസദിക, നിന്റെ ശരീരത്തിൽ വേദനിക്കുന്ന ഭാഗത്ത് കൈവെക്കണം. വഖുൽ, എന്നിട്ട് പറയണം ബിസ്മില്ലാഹ്, എത്രട്ടം? സലാസൻ. വഖുൽ സബ്അ മറാത്ത്, പിന്നെ 7 തവണ പറയണം. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു എന്ന് 7 വട്ടവും പറയണേ. കാല, ഈ ബഹുമാൻ ഉസ്മാൻ അബ്ദുല്ലാസ് പറയാണ് ഫഫഅൽതു, ഞാൻ നബിതങ്ങൾ പറഞ്ഞ അതേ മാതിരി ചെയ്തു. ഡോക്ടർ പറഞ്ഞ മാതിരി ചെയ്യണ്ടേ? 3 നേരം കുടിക്കണം തന്നെ, 3 നേരം തന്നെ കുടിക്കേണ്ട ഗുളിക എന്താ പറഞ്ഞ മാതിരി 3 വട്ടം ബിസ്മില്ലാഹി അല്ലാണ്ട് 7 വട്ടം ഈ ദിക്റാണ് ചൊല്ലി. ഫാദ്ഹബല്ലാഹു, അല്ലാഹു പോക്കിക്കളഞ്ഞു മാക്കാനബി, എന്നിലുണ്ടായിരുന്ന വേദനയെ അങ്ങ് നീക്കിക്കളഞ്ഞു. റവാഹു മുസ്ലിം. ഇടകള് അന്തിച്ചിട്ടും കാര്യമല്ല എന്നൊക്കെ പറയുന്നത് അങ്ങോട്ട് പറയുന്നേ. അന്തരിച്ചാനറിയില്ല, അത് വിശ്വാസമാണ് അതിനത്. പിന്നെ വഅൻ അബീ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു അന്ന ജിബ്രീൽ അലൈഹിസ്സലാം അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ജിബ്രീൽ അലൈഹിസ്സലാം മുത്തനബിയുടെ ചെന്നു. ഫഖാല, നബി തങ്ങൾ പറഞ്ഞു, ജിബ്രീൽ പറഞ്ഞു, യാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്തകൈത എന്നാ വായിച്ചണ്ടേ. ഇസ്തഫലോസിൻ്റെ തലക്കൽ അല്ലെങ്കിൽ ഇഫ്താലോസിൻ്റെ തലക്കൽ അംസക്ക് കിസറല്ലേന്ന് ചോദിച്ചണ്ട. ഇത് ഇസ്തിഫാമിൻ്റെ അംസിയും 2 അംസിൻ്റെ ആയപ്പോൾ 1 പോയതാ. ഇസ്തകൈത്താന്നുള്ളത് വെജായി ആയോ എന്ന് ചോദിച്ചു. അതെ. കാലാബജി അലൈഹി സ്വലാം പറഞ്ഞു ബിസ്മില്ലാഹി അർഖീക, അള്ളാൻ്റെ ഇസ്മ കൊണ്ട് നബി അവിടത്തേക്ക് ഞാൻ മന്ത്രിച്ചു തരുന്നു. ഇങ്ങോട്ട് മിൻകുല്ലി ഷൈഇൻ യുദീക, തങ്ങളെ വിഷമിപ്പിക്കുന്ന എല്ലാ ഷൈഇൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തങ്ങൾക്ക് ഞാനിതാ മന്ത്രിച്ചു തരുന്നു. മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനിൻ ഹാസിദിൻ, എല്ലാ നഫ്സിൻ്റെ ശർറിനെ തൊട്ടും ഹസൂജ വെക്കുന്ന എല്ലാ ഐനിൻ്റെ ശർറിനെ തൊട്ടും. അല്ലാഹു യശ്ഫീക, അല്ലാഹു മാത്രമാണ് ശിഫ തരുന്നവൻ. ബിസ്മില്ലാഹി അർഖീക, അള്ളാഹിൻ്റെ ഇസ്മ കൊണ്ട് മാത്രമാണ് ഞാൻ മന്ത്രിക്കുന്നത്. റവാഹു മുസ്ലിം. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാത്തിനും കേന്ദ്രം എവിടെയാണ്?
റവാഹു മുസ്ലിം. വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅബ്ബിദുൽ ഹസന വൽ ഹുസൈന, തൻ്റെ പിഞ്ചോമന പേരക്കുട്ടികളായ ഹസനും ഹുസൈനിക്കും നബിതങ്ങൾ കാവലിനെ തേടുമായിരുന്നു. ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മാ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മാ വമിൻ കുല്ലി ഐനിൻ ലാമ്മാ. ഉഈദുകുമാ, ഞാനും രണ്ടുപേർക്കും ഞാൻ കാവൽ തരുന്നു. ആരോടാണ്? അള്ളാഹുടെ കാവൽ തരുകയാണ്. ഏത് വെച്ചിട്ട്? ബി കലിമാത്തില്ലാഹി താമ്മ, അള്ളാഹുവിൻ്റെ താമ്മായ എല്ലാ കലിമത്തുകളെയും മുൻനിർത്തിയിട്ട്, മിൻ കുല്ലി ശൈത്താനിൻ, എല്ലാ പിശാചിനെ തൊട്ടും, വഹാമ്മ, അല്ലേ, എല്ലാ ജന്തുക്കളെ തൊട്ടും, വമിൻ കുല്ലി ഐനില്ലാമ്മ, മനുഷ്യന്മാർക്ക് ഏൽക്കുന്ന എല്ലാ കണ്ണിനെ തൊട്ടും. കണ്ണീറാണ് സംഗതി ഇല്ലേ. ഞാൻ അതിന് തടി നടത്താൻ വെക്കട്ടോ. പിന്നെ പിന്നെ വയക്കൂലോ, എന്നിട്ട് പറയും, ഇന്ന അബാക്കുമാ, വിശമാട് നിങ്ങൾ വല്ലിപ്പ, അവിടെ അബു കാരണ വാപ്പാന്നാട്ടോ. പിന്നെ കാന യു അബിദ് ബിഹ ഇസ്മായിൽ അവൈസാക്ക, ഇസ്ഹാഖ് ഇസ്മായിൽ എന്നറിയുന്ന മക്കൾക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്ത് ചെയ്യാറുണ്ടായിരുന്നു? മന്ത്രിച്ചു കൊടുത്തീനോ. റവാഹുൽ ബുഖാരിയു വഫീ അക്സരി നുസഖിൽ മസാബിഹി, മസാബിഹിൻ്റെ കോപ്പികളിൽ നിന്ന് മിക്ക കോപ്പികളിലുള്ളത് ബിഹിമാ, ബിഹിമ എന്നാണ്. ഇവിടെ ബിഹ എന്നുള്ള സ്ഥാനത്ത് ബിഹിമ എന്നാണ്. അലാ ലഫ്ദി തസ്നിയ, തസ്നിയാൻ ലഫ്ദ് ഉപയോഗിച്ചിട്ട്. പിന്നെ വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യുരിദില്ലാഹു ബിഹി ഖൈറാ, അല്ലാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ യുസിബ് മിൻഹു, അവനിക്ക് അല്ലാഹു മുസീബത്ത് കൊടുക്കും. റവാഹുൽ ബുഖാരിയൂ. ചിലക്ക് വിചാരിച്ച് അള്ള എന്നെ കാണില്ല, എനിക്കെപ്പോഴും വിജയ് തന്നെയാണ്. ഒന്നുക പെണ്ണുങ്ങൾക്ക് വെച്ചായി, അല്ലെങ്കിൽ കുട്ടിയൊക്കെ വെച്ചായി, അല്ലെങ്കിൽ വാപ്പാക്ക് വെച്ച, അല്ലെങ്കിൽ എനിക്ക് വെച്ച, എപ്പോഴും പരിയിൽ ഇല്ലായും വല്ലായും കൊണക്കോട് തന്നെ. നമുക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് പ്രശ്നം എന്താ അറിയോ? അള്ള ഉപ്പര ഹൈറിന് വിചാരിച്ചു, അതിനെ പ്രശ്നം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൈറ് വിചാരിച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടാവേ. ഫിറോ നൂറ്റാണ്ടുകൾ ജീവിച്ചിട്ട് ഒരു അലികുത്തും പനിയും വയറ്റും നോക്കൊന്നും ഉണ്ടായില്ലായിരുന്നു. നല്ല മനസ്സിലായിട്ടപ്പോൾ അങ്ങനെയൊന്നും അല്ല. വെജായും കൊണക്കോടൊക്കെ ഉണ്ടായാലും ആർക്ക് തന്നെയാണ്? അള്ള ഹൈറുദ്ദേശിച്ച മനുഷ്യന്മാർക്ക് തന്നെയാണ്. وعن أبي سعيد رضي الله عنهما عن النبي صلى الله عليه وسلم قال رسول الله പറയാൻ ما يصيب المسلم من نصب ولا وصب ولا هم ولا حزن ولا أذى ولا غم, ഒരു മുസ്ലിമിനെത്തൂല, ഒരു ക്ഷീണമെത്തൂല, ഒരു നസബിൻ ഒരു രോഗവുമെത്തൂല, വല വസബിൻ ഒരു ക്ഷീണവുമെത്തൂല, വല ഹമ്മിൻ ഒരു ചിന്തയുമെത്തൂല, വല ഹുസനിൻ ഒരു സങ്കടവുമെത്തൂല, വല അതൻ ഒരു അടങ്ങേറുമെത്തൂല, വല ഒമ്മിൻ ടെൻഷനുമെത്തൂല. എത്രത്തോളം ഹത്ത ഷൗക്കത്തി ഷാക്കു, ആ കുത്തുന്ന മുള്ളു വരെ തട്ടൂല. ഇല്ല കഫർ അല്ലാഹു ബിഹാ മിൻ ഖതായാഹു, അവൻ്റെ പാപങ്ങളിൽ നിന്ന് അള്ളാഹു അത് കാരണമായിട്ടൊന്ന് പുറത്തു കൊടുത്തിട്ടല്ലാതെ. മുത്തഫഖുൻ അലൈഹി, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എവിടുന്നാണ് ഓതാനുള്ളത്? അൽഹംദുലില്ലാഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ കണ്ടില്ലേ? റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ദഖൽതു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ തങ്ങളുടെ മേൽ ചെന്നപ്പോൾ വഹുവ യുഅകു, തങ്ങൾ ഭയങ്കര പനിയാ. ഫമസസ്തുഹു, അപ്പോൾ ഞാൻ ഒന്ന് തൊട്ട് നോക്കി. അങ്ങനെയാണല്ലോ പനിച്ചുമ്പോൾ ഇങ്ങനെ തൊട്ട് നോക്കൂലേ, നെറ്റിമേൽ ഇങ്ങനെ. ബിയദി, എൻ്റെ കൈകൊണ്ട് തൊട്ട് നോക്കി. ഓലക്കൊരു ഭാഗ്യല്ലേ, സ്വന്തം കൈകൊണ്ട് മുത്തനബിനെ തൊടാനുള്ള ഭാഗ്യം. ഫഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ തിരുദൂതരേ, ഇന്നക ലതുഅകു, തങ്ങൾക്ക് പനിക്കുന്നുണ്ടല്ലോ, വഅകൻ ശദീദാ, ശക്തമായ പനി. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അജൽ, അതേ, ഇന്നി ഉഅകു കമാ യുഅകു റജുലാനി മിൻകും, നിങ്ങൾ ഇന്നലെ രണ്ട് ആൺകുട്ടിയേക്ക് പനിക്കുന്ന പനി ഞാനാവുന്ന ഒറ്റ വ്യക്തിക്ക് പനിക്കുന്നുണ്ട് കാരണം. നിങ്ങളിൽപ്പെട്ട രണ്ട് ആണുങ്ങൾക്ക് പനിക്കുന്ന പനി എനിക്ക് ഒറ്റക്ക് പനിയുണ്ട് കാരണം. ഇത് സന്തോഷത്തിലാണ് പറയുന്നത്.
റിപ്പോർട്ട് പറയാണ്, ഇപ്പോൾ കൊൽത്തു ദാലിക്ക, ഇപ്പോൾ കൊൽത്തു ഞാൻ പറഞ്ഞു ദാലിക്ക, അങ്ങനെ തങ്ങൾക്ക് ഡബിൾ പനി കിട്ടാൻ കാരണം അന്നലക്ക അജറൈനി, തങ്ങൾക്ക് ഡബിൾ കൂലി ഉണ്ടായത് കൊണ്ടായിരിക്കൂലേ എന്ന് ചോദിച്ചു. ഫക്കാല അജൽ, തങ്ങൾ അതേ, നമുക്ക് പനി ഉണ്ടാവും എന്നാണ് തങ്ങൾ. അതല്ല തങ്ങൾക്ക് അതിലൊരു വൃത്തിയോടും ഇല്ല. തങ്ങൾക്ക് ദർജ കൂടണമെങ്കിൽ എന്ത് വേണം? അത് വേണം. സുമ്മക്കാല, എന്നിട്ട് തങ്ങളൊരു നല്ലൊരു പാഠം പഠിപ്പിച്ചു. മാമിൻ മുസ്ലിമിൻ യുസീബു അദമ്മിൻ മറളിൻ ഫമാ സിവാഹു, രോഗമോ മറ്റോ എന്തെങ്കിലും ഒരു വിഷമം ഒരു മുസ്ലിമിന് ഏൽക്കുകയില്ല, ഇല്ലാ ഹത്തല്ലാഹു തആല ബിഹി സയ്യാതിഹി, അവൻ്റെ പാപങ്ങൾ അത് കാരണമായി അല്ലാഹു താത്തിയിട്ടല്ലാതെ കമാ തഹത്തു ഷജറത്തു വറക്കഹാ, വൃക്ഷം അതിൻ്റെ ഇലയെ കൊഴിക്കും പ്രകാരം. തഫഖുൻ അലൈഹി. വന്നായിസ് റളിയല്ലാഹു അൻഹ കാലത്ത് മാ റഅയ്തു അഹദൻ, ഒരു പടപ്പിനെ ഞാൻ കണ്ടിട്ടില്ല, അൽ വജ്ഉ അലൈഹി അശദ്ദു, ആ വേദന ആ മനുഷ്യൻ്റെ മേൽ കാഠിന്യമാണ്, അങ്ങനത്തെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ആരേക്കാൾ? മിൻ റസൂലില്ലാഹി, റസൂലുള്ളാഹിൻ്റെക്കാൾ. നബിതങ്ങൾ ഏറ്റവും കൂടുതൽ വേദന സഹിച്ചിറക്കിയ ആളാരാണ്? അള്ളാഹിൻ്റെ റസൂൽ അഷ്റഫുൽ ഹൽക്കാണ്. ഹൽക്കിൻ്റെ കൂടുതൽ ഏറ്റവും ഷറഫുള്ള ആളാവുമ്പോൾ എന്ത് വേണം? നല്ലോണം വേദന സഹിക്കണം. പിന്നെ തഫഖുൻ അലൈഹി വഅൻഹാ അന്നഹാ കാലത്ത് മാതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂൽ ഈ ലോകത്തോട് ഇവർ പറഞ്ഞു, ബൈന ഹാക്കിനത്തി വദാക്കിനത്തി, എൻ്റെ ദാക്കിനത്തിൻ്റെയും ഹാക്കിനത്തിൻ്റെയും ഇടയിലായിട്ടാണ്. അഥവാ ഇവിടെ കാണുന്ന ഈ സ്ഥലത്ത് ഇടയിലായിട്ട് കടന്നിട്ട് വഫാത്തായത്. നിങ്ങളുടെ തല അവിടെ വെച്ചുകൊണ്ട് ഇത്തരം സ്ഥലത്തിൻ്റെ അടിയിലായിട്ടാണ്. പിന്നെ ഫലാ, പിന്നെ അക്റഹു എന്നെ ശിദ്ദത്തൽ മൗതി ലിഅഹദിൻ അബദാ ബഅദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ വല അക്റഹു ശിദ്ദത്തൽ മൗതി ലിഅഹദിൻ, മരണത്തിൻ്റെ കാഠിന്യം ഒരാൾക്കും ഞാൻ വെറുത്തിട്ടില്ല ഒരിക്കലും. മുത്തനബിൻ്റെ പിറകെ, മുത്തനബിക്കാണ് ഏറ്റവും കൂടുതൽ എന്തുണ്ടായത്? വേദന ഉണ്ടായത്. നല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതൊന്നൊരു ചോദിച്ചു, അസ്രായീൽ ചോദിച്ചില്ല അല്ലേ? അപ്പം എന്താ പറഞ്ഞത്? എൻ്റെ ഉമ്മത്തിൻ്റെ വേദന എനിക്ക് തന്നാലും എൻ്റെ ഉമ്മത്തിൻ്റെ ലളിതായി കൊടുക്കണം എന്ന് പറഞ്ഞു. കേട്ടില്ലേ? റവാഹുൽ ബുഖാരി. മുത്തനബിക്ക് നല്ലോ വേദന ഉണ്ടായിരിക്കണം. വൻ കാബിനു മാലിക് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മസലുൽ മുഅ്മിനി കമസലുൽ ഖാമത്തി മിനസ് സർഇ തുഫീഉ ഹദിയാഹു തുസ്രിഉഹാ മറത്തൻ വതഅദിലുഹാ ഉഖറാ. മുഅ്മിനിൻ്റെ ദാതാരിക്കുന്ന മസൽ ഏതുപോലെ എന്നറിയോ? മിസലൽ ഖാമത്തി, പിന്നെ മിനസ്റി, കൃഷിയിൽ നിന്നുള്ളതായിരിക്കുന്ന ഒരു ഇതില്ലാത്ത ദുർബലമാതായിരിക്കുന്ന തണ്ട് പോലെയാണ്. തുഫി ഉഹാദിനെ ചായിക്കും അസ്രിയാവു കാറ്റുകൾ, തുസ്രിയുഹ മറത്തന്നുകൾ ചിലപ്പോൾ നിങ്ങൾ ചായിക്കുകയുമ്പോൾ താതിലുക നേരെയാക്കും യുഹറ മറ്റു സമയത്ത് ഹത്തായത്തിയാജരുഹു അവധി വരുന്നത് വരെ. അങ്ങനെ ചിലപ്പോൾ സുഖം ഉണ്ടാവും, ചിലപ്പോൾ ദുഃഖം ഉണ്ടാവും, ചിലപ്പോൾ വേദന വരും, ചിലപ്പോൾ അത് മാറും, ചിലപ്പോൾ തലവേദന വരും, ചിലപ്പോൾ മാറും, ചിലപ്പോൾ പനിക്കും, പനി ഇങ്ങനെ മാറും. ഇങ്ങനെ മൂമിനായ മനുഷ്യൻ മരിക്കുന്നത് വരെ ഇങ്ങനെ ഏതുപോലെ തണ്ടുമില്ലാത്ത ബലമില്ലാത്ത ഒരു മരത്തെ ഒരു ചെറിയൊരു കൃഷി കാറ്റടിക്കുമ്പോൾ അങ്ങോട്ട് കാറ്റടിക്കുമ്പോൾ അങ്ങോട്ടും ചായും, കാറ്റില്ലാത്തപ്പോൾ നേരി നിൽക്കും, പിന്നെ കാറ്റടിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങോട്ടും ചായും എന്ന പോലെ. മുനാഫിക്കി എന്നാൽ കപടൻ്റെ ആ രൂപം എങ്ങനെയാണെന്നറിയോ? കപട മുഅ്മിനെ പോലെയല്ല, അവൻ ഏതുപോലെയാണ്? മിസ്ലൽ അർസത്തി, അതുപോലെ എന്നറിയോ? അർസത്ത് പോലെ മരം പോലെയാണ്. അൽ മുജിദിയത്തി അല്ലേ? അല്ലത്തീല യുസീബുവ ഷെയ്യുൻ, ഒരു വസ്തുവും ഏൽക്കാത്തതായിരിക്കുന്ന നല്ലതായിരിക്കുന്ന ഉറച്ചു നിൽക്കുന്നതായ മുറിക്കപ്പെട്ടതായിരിക്കുന്ന മരക്കുറ്റി പോലെയാണ്.
പിന്നെ ലാ യുസീബുഹാ ഷൈഉൻ, ഒരു ഷൈഉം അത് ഏൽക്കുകയില്ല. ഹത്താ യകൂന ഇൻജിആഫുഹാ മറത്തം വാഹിദ, അതിൻ്റേതായിരിക്കുന്ന പറിച്ചെടുക്കൽ അവസാനത്തെ ഒറ്റത്തവണയാകോൻ. ഈ കൃഷി എന്ത് പലതവണ ഇങ്ങനെ വെട്ടിയെടുക്കും. ചില മരം ഉണ്ടാവും ഒറ്റ മുറിക്കലേ ഉണ്ടാവുള്ളൂ. അന്ന് അതായത് ഈ കാറ്റിനൊന്നും വീഴാത്ത അനങ്ങാത്ത മരം പോലെയാണ്. മുനാഫിക്കിന് തലിപൂത്തോ പനിയോ അസുഖവും വേദനയൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകും. അവസാനം അസ്രായേലും ഒറ്റ കൊണ്ടുവരാണ് ഈ കാര്യം. പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസലുൽ മുഅ്മിനിന്റെ ഉദാഹരണമൊക്കെ മദലി സിർഇ, കൃഷി പോലെയാണ്. ലാ തസാലു ദീഹു തമീലുഹു, കാറ്റതിനെങ്ങനെ ചായ്ച്ചു കൊണ്ടിരിക്കും. വലാ യസാലുൽ മുഅ്മിനു, സത്യവിശ്വാസി ആയിക്കൊണ്ടിരിക്കും. യുസീബുഹുൽ ബലാഉ, പരീക്ഷണങ്ങൾ അവനെങ്ങനെ എത്തിക്കൊണ്ടിരിക്കും. മസലു മുനാഫിഖി, എന്ന മുനാഫിക്കിൻ്റെ ഉദാഹരണം ഏതുപോലെയാണോ? മസലി ഷജറത്തിൽ അസ്റാ, മുരടർച്ചതായിരിക്കുന്ന അസ്ര മരം പോലെയാണ്. ലാ തഹ്തസു, അനങ്ങൂല കുലുങ്ങൂല. ഹത്താ തുസ്തഹ്സദ, അതിനെ വെട്ടിയെടുക്കുന്നത് വരെ മഴ ഉപയോഗിച്ചിട്ട് അടി വെട്ടി മുറിച്ചെങ്കിലേ വീഴുള്ളൂ. അയാതി മരം പോലെയാണ്. മുത്തഫഖുൻ അലൈഹി. വൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാല ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മുസായിബിൻ്റെ മേൽ മുത്തനബി കയറി ചെന്നു. ഫഖാല, തങ്ങൾ ചോദിച്ചു, മാലക്കി, എന്താടി തസ്ഫറഫീന, ബർക്കുന്നുണ്ടല്ലോ. കാലത്ത് മഹദി പറഞ്ഞു, നബിയെ അൽഹുമ്മ, പനിയാണ് നബിയെ. ലാ ബാറക്കല്ലാഹു ഫീഹാ, ഒരു ബർക്കത്തും ആ പനിയിലില്ലാതെ കെട്ടേ. ഫഖാല, തങ്ങളല്ലാത്ത സുബ്ബി അൽഹുമ്മ, പനിയെ. ഉമ്മുസായിബ് മോളെ കുറ്റം പറയല്ലേ. പിന്നെ തുദീബു ഹത്തായ ബനി ആദം, ആദമിൻ്റെ മക്കളുടെ പാപങ്ങളൊക്കെ പോക്കുന്ന സാധനമാണ് പനിമോളെ. കമായുദ്ഹിബുൽ കീറു, ഓലോക്ക് പോക്കി പോലെ. ഹബദൽ ഹബീദീദി, ഇരുമ്പിൻ്റെതായ കേടുകളെയും മതിൽ അഴുക്കുകളെയും ഓലോക്ക് നീക്കിക്കളയും പോലെ ഇബ്നു ആദമിൻ്റെതായ പാപങ്ങളെ പോക്കുന്ന സാധനമാണ് പനി. റവാഹു മുസ്ലിം. വഅൻ നബി മൂസാ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ മരിദൽ അബ്ദു ഔ സഫറ, ഒരടിമക്ക് രോഗം വന്നാൽ അല്ലെങ്കിൽ സഫർ എന്ന് പറയുന്ന ഖിത്അത്തുമിൻ അദാബിലേക്ക് ഇറങ്ങിയാൽ, അതിലേക്ക് ഇറങ്ങിയാൽ കുതിബ ലഹു മിസ്ലി മാ കാന യഅമലു, അവനിക്ക് എഴുതപ്പെടുന്നതാണ് അവൻ ചെയ്ത അമലിനോട് സമാനമായ പ്രതിഫലം. മുഖീമൻ സഹീഹ, ആരോഗ്യവാനും നാട്ടിൽ താമസിക്കുന്നവനാവുന്ന സമയത്ത് ചെയ്ത അമലിൽ ഓരോന്നോരോ ലഫ്നസർ മുറത്തബാണ്. ഓരോന്നറിയുക. മരീളായ സമയത്ത് ഓൻ കട്ടിൽമ കടന്നാലോ പള്ളിക്ക് പോയി നിൽക്കരിച്ചിന കൂലി കട്ടിൽമ കടന്നാൽ തന്നെ അവന് എഴുതപ്പെടും. അതുപോലെ തന്നെ സഫറിലാവുന്ന സമയത്ത് ഓൻ എന്തിനു നേരം കഴിയൂല, ചിലപ്പം സുന്നത്തുകാരങ്ങളൊക്കെ നഷ്ടപ്പെടല്ലോ. ആ നഷ്ടപ്പെട്ടാലും ഏതിൻ്റെ കൂലി എഴുതും? മുഖീമായ ചെയ്ത അമലിൻ്റെ കൂലി സമാനമായത് എഴുതപ്പെടും. റവാഹുൽ ബുഖാരിയോ വഅൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്താഊനു, താഊൻ എന്ന സാധനം ഉണ്ടല്ലോ, അതെന്താണ്? ഷഹാദത്ത് കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിനിക്കും ഷഹാദത്ത് എന്ന സ്ഥാനം നൽകുന്ന സാധനമാണ്. ശരിയല്ലേ? താഴ് കുറിച്ച് മരിച്ചാൽ കുത്തുകലശം എന്നാ പഴമൂലമരാത്ത മക്കൾ, തലമത്തട്ട് കുത്തുകലശം എന്നൊക്കെ പറയും. പിന്നെ അത് പിടിച്ച് മരിച്ചാൽ, അത് കുടിച്ചോ പിന്നോ മരിച്ചാലാണ്. അവൻ മരിച്ചു കഴിഞ്ഞാൽ ഷഹാദത്തിൻ്റെ കൂലി കിട്ടുന്ന കാര്യമാണ്. മുത്തഫഖുൻ അലൈഹി. വൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ശുഹദാഉ ഖംസാ, ഷഹാദത്തിൻ്റെ സ്ഥാനമുള്ളവർ നാളെ അല്ലാഹുവിൻ്റെ കോടതിയിലും 5 വിഭാഗം ശുഹദാക്കളാണ്. ഒന്ന് താഴ്ന്നു പിടിച്ചു മരിച്ചവൻ, രണ്ടാമതൊരു മബത്തൂനു വയറ് സംബന്ധമായ എന്തെങ്കിലും പിടിച്ചു മരിച്ചവൻ, കുടലിലോ ഹാർട്ടിലോ മൗടിയും പടിയൊക്കെ ക്യാൻസർ പിടിച്ചു കൊണ്ടൊക്കെ മരിച്ചൂലേ, അങ്ങനെയുള്ള ആളുകളെ ഹരീഖു വെള്ളത്തിൽ മുങ്ങിയവനും സാഹിബുൽ ഹദിമി ഇടിഞ്ഞു ചാടിയതിൻ്റെതായിരിക്കുന്ന
കീഴിൽ പെട്ടുമരിച്ചവനോ ഷഹീദു ഫീ സബീലില്ലാ അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകാണ്ട് ഷഹീദായവനും ഇവനൊക്കെ നാളെ അള്ളാന്റെ കോടതിയിലെത്തുമ്പോൾ ശുഹദാഇന്റെ സ്ഥാനമുള്ളവരാണ്. മുത്തഫഖുൻ അലൈഹി. വന്നായിഷ റളിയല്ലാഹു അൻഹാ കാലത്ത് സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താഊനി, താഊനെ പറ്റി മുത്തുനബി ഞാൻ ചോദിച്ചു, നബിയേ കുത്തുകരശം തന്നെ അസുഖം നാട്ടുകൂടെ കണ്ടല്ലോ. ഫഖബർനി തങ്ങളോട് പറഞ്ഞു, ആയിഷ ഇന്നഹു അദാബുൻ, അതൊരു അദാബാണ്, യബ്അസുഹുല്ലാഹു അലാ മൻ യശാ, അല്ലാഹു ഉദ്ദേശിച്ചതിനുള്ള വായിക്കുന്നൊരു അദാബാണത്. വഇന്നല്ലാഹ ജഅലഹു റഹ്മത്തൻ ലിൽ മുഅ്മിനീൻ, എന്നാൽ സത്യവിശ്വാസികൾക്ക് അതാ അള്ളാഹു റഹ്മത്താക്കിയിട്ടുണ്ട്. ലൈസ മിൻ അഹദിൻ, ഒരാളും തന്നെ ഇല്ല, യഖഉ താഊന, അവൻ താഊനിൽ പോയി വീഴും, അല്ലെങ്കിൽ യഖഉ താഊനു, താഊൻ അവനിക്ക് വന്ന് ഇങ്ങോട്ട് സംഭവിക്കും. ഫായിൽ മഫ്ഊലൊക്കെ ആക്കട്ടോ. അങ്ങനെ ഫയംകുതു ഫീ ബലദിഹി, ആ നാട്ടിൽ അവൻ കഴിച്ചു കൂട്ടും. എങ്ങനെ? സാബിറ മുഹ്തസിബാ, ക്ഷമ കൈകൊണ്ടവനായിട്ടും അള്ളാഹിൻ്റെ കയ്യിൽ നിന്ന് കൂലി പ്രതീക്ഷിച്ചവനായിട്ടും താമസിക്കും. യഅലമു, അവൻ ഉറപ്പിച്ചിട്ടുണ്ട്, അന്നഹു ലാ യസീബുഹു ഇല്ലാ മാ കതബ അല്ലാഹു ലഹു, അള്ളാഹുനെ കണക്കാക്കിയതല്ലാതെ തനിക്ക് എത്തൂല്ല എന്ന് ദൃഢമായി ഉറപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടുന്ന കാര്യമാണെന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് താമസിക്കൂല. ഇല്ലാ കാന ലഹു, അവനുണ്ടായിട്ടല്ലാതെ മിസ്ലു അജ്രി ഷഹീദ്, ഷഹീദിൻ്റെ പ്രതിഫലത്തിനോട് സമാനമായതുണ്ടായിട്ടല്ലാതെ. റവാഹുൽ ബുഖാരിയു. വൻ ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഊനു, താഊൻ എന്ന പനസാധനം റജ്സുൻ, അതിൻ്റെ ശിക്ഷയാണ്. ഉർസില അലാ ത്വായിഫത്തിൻ മിൻ ബനി ഇസ്രായീൽ, ബനി ഇസ്രായീലിൽപ്പെട്ട സായത്തിൻ്റെ മേൽ സംഘത്തിൻ്റെ മേൽ ഇറക്കിയതായിരിക്കുന്ന അദാബായിരുന്നു. ഔ, അല്ലെങ്കിൽ റസൂൽ എങ്ങനെയാണ് പറഞ്ഞത്? അലാ മൻ കാന ഖബലക്കും, നിങ്ങൾ മുൻഗാമിയുടെ മേൽ എന്ന് പറഞ്ഞത് ശക്കുറാവിയാൻ. ഫൈദാ സമയത്തും ബിഹി ബിയാർദിൻ, ഈ അസുഖം നാട്ടിലുണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ഫലാ തുഖ്ദിമു അലൈഹി, ആ നാട്ടിൽ അങ്ങോട്ട് മുന്നിടുകയും ചെയ്യേണ്ട. വൈദാ വക്കാ ബിയാർദിൻ വാൻ തുംബിഹ, ഒരു നാട്ടിൽ താഊനുണ്ടായിരിക്കേ, അവിടെ ആ നാട്ടിലായിരിക്കെ അവിടെ താഊനുണ്ടായിക്കഴിഞ്ഞാൽ ഫലാ തഖ്റുജൂ ഫിറാറാ മിൻഹു, അതിനെ പേടിച്ചുങ്ങാണ്ട് നിങ്ങൾ പുറത്തേക്ക് ചാടുകയും വേണ്ട. മുത്തഫഖുൻ അലൈഹി. അള്ള കണക്കാക്കി നടക്കും. മണ്ടി വിചാരിച്ചു കാണ്ട് കുടുങ്ങാതെക്കൂല. ചെറുത് വേറെ മാന വെച്ചത്, എൻ്റെ പേര് വൈറസ് ഉണ്ടാവും വിചാരിച്ചു കാണ്ട് കാട്ടു. ഇല്ലാത്തവനോടൊന്നും വേണ്ടണ്ടെന്നാ പറഞ്ഞത്. പിന്നെ അനസ് റളിയല്ലാഹു അൻഹു ഖാല സമീഅതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹിനെ ഞാൻ കേട്ടു. പെരുമാറിയോ അല്ലല്ലേ? യഖൂലു പറഞ്ഞ അല്ലാഹു തആല, അല്ലാഹ് പറയുന്നുണ്ട്, ഇദാ ഉബ്തലതു അബ്ദീ, ഞാൻ എൻ്റെ അടിമയെ പരീക്ഷിച്ച്. ഖുദ്സി ഹദീസ് എന്നതിന് പറയാം. അല്ലാഹ് പറയുന്നുണ്ട് അറിഞ്ഞാണ്ടുള്ള ശൈലിയിൽ പ്രയോഗിച്ചാൽ എന്താവാനത്? ഞാൻ എൻ്റെ അടിമയെ പരീക്ഷിച്ചാൽ ബി ഹബീബത്തൈഹി, അവനോട് പ്രിയപ്പെട്ട രണ്ട് നയനങ്ങളെ കൊണ്ട് പരീക്ഷിച്ചാൽ, രണ്ട് കണ്ണുകൊണ്ട് പരീക്ഷിച്ചാൽ, കണ്ണിൻ്റെ കാഴ്ച പോവുകയോ അല്ലെങ്കിൽ കണ്ണിൻ്റെ അതിൻ്റെ ക്ലിയറൻസ് പോവുകയൊക്കെ ചെയ്താൽ, സുമ്മ സബറാവ, ക്ഷമിക്കുകയും ചെയ്താൽ, ലവ്വൽതുഹു മിൻഹുമ, അതിൻ്റെ പകരം മോന് ഞാൻ കൊടുക്കും, അൽ ജന്ന, സ്വർഗം കൊടുക്കും. ഇരീദു റസൂലുള്ളാഹി, പ്രിയപ്പെട്ട രണ്ട് അവയവം കൊണ്ട് ഉദ്ദേശിച്ചത് ഐനൈഹി, രണ്ട് നയനങ്ങളെയാണ്, കണ്ണുകളെയാണ്. റവാഹുൽ ബുഖാരിയു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലിഹി വസ്സഹബിഹി അജ്മഈൻ. ഇനി അത് വായിച്ചാണെങ്കിൽ എവിടെയാണ്? രണ്ടാം ഫസ്ല. അൽ ഫസ്ലു സാനി അൻ അലി റളിയല്ലാഹു അൻഹു അന്നഹു ഖാല സമീഅതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കേട്ടു. യഖൂലു, പറയുന്നതായിട്ട് കേട്ടു, മാമിൻ മുസ്ലിമിന്, മുസ്ലിമും തന്നെ ഇല്ല, യഊദു മുസ്ലിമൻ, മറ്റൊരു മുസ്ലിമിൻ്റെ രോഗം അവർ സന്ദർശിക്കാൻ പോകും, ഒതുവത്തൻ, വൈകുന്നേര സമയത്ത്, പ്രഭാത സമയത്ത്, അങ്ങനത്തെ ഒരു മുസ്ലിമും തന്നെ ഇല്ല. ഇല്ലാ സല്ലല്ലാഹി സബൂന അൽഫ മലക്കിൻ, 70,000 മലക്കുകൾ അവൻ്റെ മേൽ പൊറുക്കലിനെ തേടിയിട്ടല്ലാതെ. പ്രഭാതത്തിൽ തന്നെ ആരും വെളുത്തേക്കന്നെ ഓൻ്റെ സുബൈക്ക് എല്ലാം നിൽക്കുന്ന സ്ഥലത്തൊക്കെ കഴിഞ്ഞു പോയാണ്ട് പോയി രോഗിനെ കാണാൻ വേണ്ടി പോയാൽ 70,000 ആലാഖമാർ അവന് വേണ്ടിങ്ങാണ്ട് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഹത്താ യുംസിയാ, ശരി വൈകുന്നേരമാകും. വൈനാദഹു അശിയത്തൻ, വൈകുന്നേര സമയത്ത് സന്ദർശിക്കാൻ പോവുകയില്ല.
ഇല്ലാ സല്ലലൈഹി സബൂന അൽഫ മലക്കിൻ 70,000 മലക്കുകൾ അവന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തിട്ടല്ലാതെ ഹത്താ യുസ്ബിഹ പ്രഭാതം ആവുന്നത് വരെ. വക്കാന ലഹു ഹരീഫും ഫിൽ ജന്ന മാത്രവുമല്ല സ്വർഗത്തിൽ അവന് ഒരു തോട്ടം തന്നെ ഉണ്ടാകുന്നതാണ്. പിന്നെ റവാഹു തുർമുദി അബൂ ദാവൂദ് അൻ സയ്യിദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ആദനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വജഇൻ നബി തങ്ങൾ എന്നെ കാണാൻ വന്നു. ആരാബന്റെ സയ്യിദ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി പറയാണ്, ഓരൊക്കെ ഭാഗ്യേ അള്ളാഹിൻ്റെ റസൂൽ എന്നെ രോഗം കാണാൻ വേണ്ടി വന്നു. അവിടുത്തെ എനിക്കൊരു വേദന ഉണ്ടായപ്പോൾ വേദനയായിരുന്നു ബിഐനയ്യ എൻ്റെ 2 കണ്ണുകളിൽ ആയിരുന്നു. കണ്ണിന് ഭയങ്കര വേദന ഉണ്ടായപ്പോൾ മുത്തര പിന്നെ കാണാൻ വേണ്ടി വന്നു. റവാഹു തുർമുദി അബൂ ദാവൂദ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ മനസ്സിൻ്റെ ശുദ്ധിയാണ് അതൊക്കെ. അഷ്റഫുൽ ഹൽക്കാണ്, ലോകത്തിൻ്റെ നേതാവാണ്. ആ കണ്ട സഹാബത്ത് മുഴുവനും അവിടുത്തെ കീഴിലാണുള്ളത്. എന്നിട്ട് പോലും എന്ത് ചെയ്ത് രാജ്യം ഭരിക്കുന്ന രാജാവായിട്ട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ഒരു ശിഷ്യനെ, ഒരു അനുയായിൻ്റെ രോഗം കാണാൻ വേണ്ടി പോവാണ്. وعن أنس رضي الله عنه أنه قال رسول الله صلى الله عليه وسلم من تولى ആരെങ്കിലും ഒന്നുണ്ടാക്കാൻ ഉദ്ദേശിച്ചു എന്നിട്ട് ഫഹ്സനൽ വുളു എന്നിട്ട് അവൻ വുളു ശരിക്കുണ്ടാക്കി വഅദാ അഖാഹുൽ മുസ്ലിമ എന്നിട്ട് മുസ്ലിമായ തൻ്റെ സഹോദരൻ്റെ രോഗം കാണാൻ വേണ്ടി പോയി മുഹ്തസിബായിട്ട് അവിടെ നമ്മൾ പരാജയപ്പെടുന്നത്. ഇപ്പോൾ പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, നമുക്ക് മോശമല്ലേ പോയി നോക്കാഞ്ഞാൽ, മറ്റവനും പോയി നോക്കി, ഓലൊക്കെ പോയി നോക്കി, നമ്മൾ മാത്രം പോയി നോക്കിയില്ല, പോയി നോക്കാൻ ഞാൻ മോശമല്ലേ, അങ്ങനെയാണ്. അതിനെ രോഗം കാണാണ്ടി പോകല്, ഒരു കജിലെ കീസൊക്കെ താങ്ങി പിടിച്ച് അങ്ങനെയല്ല മുഹ്തസിബൻ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ ഈ ചെയ്തതിന് ആഖിറത്തിൽ നല്ലൊരു കൂലി തരുന്ന അമലാന്നുള്ള ഈ ആത്മാർത്ഥമായിട്ട് രോഗി കാണാൻ പോയാൽ പിന്നെ ബൂഇദാണ് ഇവിടെ വേണ്ടതില്ല. ഇതിലിപ്പോൾ എന്തൊക്കെയാ തർക്കത്ത് എന്തൊക്കെ ഇട്ടോ അല്ലേ? മീൻ ജഹന്നമിനെ തൊട്ടോനെ ദൂരത്താക്കപ്പെടുന്നതാണ്. മസീറത സിത്തീന ഖരീഫ 60 വർഷത്തെ വഴി ദൂരം. ശരിയല്ലേ? പിന്നെ റവാഹു അബൂ ദാവൂദ വൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാമി മുസ്ലിമിന് മുസ്ലിമൻ തന്നെ ഇല്ല യഊദു മുസ്ലിമിനെ രോഗം കാണാൻ വേണ്ടി പോകും. യഖൂലു സബ്അ മറാത്തിൻ എന്നിട്ട് 7 തവണ പറയും അസ്അലുല്ലാഹൽ അലീമ റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക. രോഗിനെ കാണാൻ പോയിട്ട് 7 തവണ ദുആയിരുന്നു. എന്താ പറഞ്ഞത്? അല്ലാഹു അലീമായ അള്ളാഹിനോട് ഞാൻ ചോദിക്കുന്നു, ഈ കാണുന്ന മഹത്തായ സിംഹാസനത്തിൻ്റെ റബ്ബിനോട് ഞാൻ ചോദിക്കുന്നു, അൻ യശ്ഫിയക നിനക്ക് അല്ലാഹു ഭേദമാക്കി തരാൻ ഞാൻ ചോദിക്കുന്നു. ഷിഫൻ്റെ മഫൂര് മരീളാണ് എന്നാ, മറലല്ല. അൻ യശ്ഫിയ മറലക്ക എന്നല്ല പറയണ്ടേ, യശ്ഫിയക്ക എന്നാ പറയണ്ടേ. അല്ലാഹു മശ്ഫിന എന്നാ പറയണ്ടേ. അല്ലാഹു മശ്ഫി മറലാന, അള്ളാഹു മശ്ഫി മർലി, അള്ളാഹു മശ്ഫി മരീലി അമ്രാദന, അങ്ങനെയല്ല. ഏതായാലും നിനക്ക് അള്ളാഹു ശിഫ നൽകലിന് ഞാൻ ചോദിക്കുന്നു അള്ളാഹിനോട്. അങ്ങനെ പറയുകയില്ല. ഇല്ല ശുഫിയ അവന് ശിഫ നൽകപ്പെട്ടിട്ടല്ലാതെ. ഇല്ല യകൂന ഖദ് ഹദറ അജലുഹു അവൻ്റെ അവധി ഹാജറായാലൊഴികെ. അവധി ഇറങ്ങിയത് തന്നെ എന്ത് ചെയ്യും? അവന് മരിക്കും. ഇല്ലെങ്കിൽ അവൻ ഭേദമായി നീച്ചു പോകും. ആ രോഗത്ത് മരിച്ചാൽ കണക്കാക്കിയെങ്കിൽ അയാൾ മരിച്ചു പോകും, ഇല്ലെങ്കിൽ കോൺകട് മാറി നീച്ചു വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഅല്ലിമുഹും മിനൽ ഹുമ്മാ നബി തങ്ങൾ സഹാബത്തിന് പഠിപ്പിക്കാറുണ്ടായിരുന്നു ഹുമ്മയെ തൊട്ട് മന്ത്രിക്കാൻ, ഒമിനൽ ഔജായി കുല്ലിയ മറ്റ് വേദനകൾ തൊട്ട് മന്ത്രിക്കാൻ പഠിപ്പിക്കും. എന്താ പഠിപ്പിക്കൽ? യഖൂലു പറയാൻ ബിസ്മില്ലാഹിൽ കബീർ അഊദു ബില്ലാഹിൽ അലീം മിൻ ശർരി കുല്ലി ഇർഖിൻ നആർ വമിൻ ശർരി ഹർരിൻ നാർ. ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? ചൊല്ലിപ്പറയാൻ, രോഗിൻ്റെ ഹദ ചൊല്ലിപ്പറയാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്തതിൻ്റെ മാന?
അള്ളാഹുവേ ആ കബീറ അള്ളാഹിൻ്റെ ഇസ്മ കൊണ്ട് ഞാൻ അഊദു കാവലിനെ തേടുന്നു. ആരോട്? അലീമായ അള്ളാഹിന് കാവലിനെ തേടുന്നു. മിൻകുല്ലി ഇറക്കുന്ന രക്തം നിറഞ്ഞത് അതായിരിക്കുന്ന എല്ലാ നരമ്പിൻ്റെ ശരണത്തൊട്ടും കാവലിനെ തേടുന്നു. നരകത്തിൻ്റെ ചൂടിൻ്റെ ശരണത്തൊട്ടും ഞാൻ കാവലിനെ തേടുന്നു. റവാഹു തിർമിദിയോ. നരകത്തിൻ്റെ ചൂടിൻ്റെ ഒരു ഭാഗമാണ് മനുഷ്യൻ്റെ ശരീരത്തിലുണ്ടാകുന്ന പനിൻ്റെ ചൂട്. നിങ്ങളെന്ത് ചെയ്യണം? തണുത്ത വെള്ളം കൊണ്ട് കുളിക്കണം. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. എവിടേക്കോ ആ രീതിയിൽ വന്നിട്ടുണ്ട്. ഇർഷാദിലൊക്കെ കണ്ടിട്ട് ഓർമ്മയുണ്ട്. എവിടേക്കോ നോക്കാം. റോത്രുമതി വക്കാല ഹാദ ഹദീദുൻ ഗരീബാണ് ലാ യുറഫു ഇല്ലാ മിൻ ഹദീസ് ഇബ്രാഹിം ബിൻ ഇസ്മായിൽ. ഇബ്രാഹിം ഇസ്മായിൽ എന്ന് അറിയുന്ന വ്യക്തി മുഖേനയല്ലാതെ ഹദീസ് അറിയപ്പെടുന്നില്ല. വഹുൽ ഹദീസ്, അദ്ദേഹമാണെങ്കിൽ ഹദീസിൻ്റെ വിഷയത്തിൽ ദുർബലമാക്കപ്പെടുന്ന ആളുമാണ്. അബീ ദർദാ റളിയല്ലാഹു അൻഹു ഖാല സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ കേട്ടു, മനിസ്തകാ മിൻകും ഷയ്യൻ, മനിസ്തകാമിങ്കും നിങ്ങൾ ഒരാൾ അപരാധി പറഞ്ഞ ഷയ്യന് അവർ ഇസ്തകാഹു അഹുല്ലഹു എന്നാണ് പറഞ്ഞത്. ഷക്കുറവിയാണ്. എൻ്റെ സഹോദരൻ ആവരാതി പറഞ്ഞു, ഫല്യക്കുല്ലവൻ പറയട്ടെ, റബ്ബുനല്ലാഹുല്ലദീ ഫിസ്സമാ, അല്ലദീ ഫിസ്സമാ തഖദ്ദസ ഇസ്മുക അംറുക ഫിസ്സമാഇ വൽ അർളി കമാ റഹ്മതുക ഫിസ്സമാഇ ഫജൽ റഹ്മതക ഫിൽ അർളി ഇജൽ ഹുബനാ വഹതായാനാ അൻത റബ്ബുത് തയ്യിബീൻ അൻസിൽ റഹ്മതഹു മിൻ റഹ്മതിക. റഹ്മത മിൻ റഹ്മതിക എന്നുള്ളത് റഹ്മതഹു എന്ന ഹൂ ഉണ്ടോ? റഹ്മത്ത് എന്നല്ലോ എൻ്റെ ഒരു ഹൂ ഉണ്ട് അവിടെ. അൻസിൽ റഹ്മത മിൻ റഹ്മതിക ശിഫാ മിൻ ശിഫായിക അലാ ഹാദൽ വജ്ഇ ഫയബ്റഊ. ഇങ്ങനെ അവൻ റസൂലുള്ള പറഞ്ഞത് ഞാൻ കേട്ടു. അങ്ങനെ ഫയബ്റഊ, അത് ഭേദമാവുകയും ചെയ്യും. റവാഹു അബൂ ദാവൂദ. ഇങ്ങനെ പറയട്ടെ എന്നാണ്. നിങ്ങൾ ആരെങ്കിലും വെജ്ജാന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയണം. നിങ്ങൾ ഒരാൾ വന്നിട്ട് എന്ത് സുഖമല്ല എന്താണ് പറയണം? ഇങ്ങനെ പറയണം. റബ്ബന ഞങ്ങളുടെ റബ്ബേ, അത് അല്ലാഹുവേ, അല്ലദീ യാതൊരുത്തനായ ഫിസ്സമാ ആകാശ ഉപരിഭാഗത്തുള്ളവനായ, തഖദ്ദസ ഇസ്മുക നിന്റെ ഇസ്മു പരിശുദ്ധമാണല്ലോ, അംറുക നിന്റെ അംറ്, ഫിസ്സമാഇ വൽ അർളി ആകാശത്തിലും ഭൂമിയിലും, കമാ റഹ്മതുക ഫിസ്സമാഇ ആകാശത്തിലും ആകാശത്തിൻ്റെ റഹ്മത്ത് ഉണ്ടായതുപോലെ ഭൂമിയിലും ആകാശത്തും നിൻ്റെ കാര്യങ്ങളാണ്. പിന്നെ ഫജ്അൽ റഹ്മതക ഫിൽ അർളി ആയതുകൊണ്ട് നിൻ്റെ റഹ്മത്തിൻ്റെ ഭൂമിയിലും നീ ആക്കണം അല്ലാ. ആകാശത്തിൻ്റെ റഹ്മത്തായതുപോലെ മുത്തലം കിട്ടാക്കിയാൽ മതി. കമാ റഹ്മതുക ഫിസ്സമാഇ ഫജ്അൽ റഹ്മതക ഫിൽ അർളി, ആകാശലോകത്തിൻ്റെ റഹ്മത്തായതുപോലെ ഭൂമി ലോകത്തിൻ്റെ റഹ്മത്താക്കണമേ. യഗ്ഫിർ ലനാ ഹൂബനാ വഹതായാനാ, ഞങ്ങളുടെ വൻദോഷവും ചെറുദോഷവും ഞങ്ങൾക്ക് നീ പൊറുക്കണേ. അന്ത റബ്ബുത് തയ്യിബീൻ, നീ ആത്മശുദ്ധി കൈവരിച്ചതായ സംശുദ്ധന്മാരായ ആളുകളുടെ രക്ഷിതാവാൻ. അൻസിൽ റഹ്മതം മിൻ റഹ്മതിക, നിൻ്റെ റഹ്മത്തിൽപ്പെട്ട ഒരൊറ്റ റഹ്മത്തിനെ നീ ഇറക്കണേ. ശിഫാ മിൻ ശിഫായിക, നിൻ്റെ ശിഫാവിന് ഒറ്റ ശിഫാവിനെ നീ ഇറക്കണേ. അലാ ഹാദൽ വജ്ഇ, ഈ വേദനയുടെ മേൽ എന്ന് പറയണം. എന്നാ ഫയബ്റഊ, അത് ഭേദമാവുകയും ചെയ്യും. റവാഹു അബൂ ദാവൂദ. ശരി. വൻ അബ്ദുല്ലാഹി ഇബ്നു അംറിൻ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ അല്ല കേട്ടോ, ഇബ്നുൽ അംറാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ജാഅ അർ-റജുലു യഊദു മരീളാ, അള്ളാഹിൻ്റെ റസൂൽ പറയാണ്, ഒരാളും ഒരു രോഗിനെ കാണാൻ വേണ്ടി ചെന്നാൽ ഫല്യഖും, ഈ ചെല്ലുന്നവൻ പറയട്ടെ, അല്ലാഹുമ്മ ശ്ഫി അബ്ദക. പിന്നെ ഇന്ത്യയിലൊക്കെ കാണില്ല, ശരിക്കും വായിച്ചാണ്. ينجأ لك عدوا أو يمشي لك إلى جنازة اللهم അല്ലാഹുവേ ഇശ്ഫി അബ്ദക, ഇയാൾക്ക് ഭേദമാക്കല്ല. എന്നാൽ യങ്ക അദുവാ,
ശത്രുവിനെതിരെ ഇയാൾ മുറിവുണ്ടാക്കും. അല്ലാ അല്ല ഇങ്ങനെ പറഞ്ഞത് യംഷി ലകൈല ജനാസ, നിന്റെ പ്രീതിക്ക് വേണ്ടി മയ്യത്തിൻ്റെ കൂടെ ഇയാൾ നടക്കും, അയാൾക്ക് ഭേദമാക്കണേ അല്ലാ. റവാഹു അബൂ ദാവൂദ. അലി ബിയുവിന് സൈദിൻ ഉമയ്യത്ത അന്നഹാ സാലത്ത് ആയിഷത്ത, ഉമയ്യ ബീവി ആയിഷ ബീവിനോട് ചോദിച്ചു അൻ കൗലില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിൻ്റെ കൗലിനെ പറ്റി, ഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ്, എന്താണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉമ്മ? അതുപോലെ തന്നെ വൻ കൗലിഹി, അള്ളാൻ്റെ കൗലിനെ പറ്റിയും, മയ്യാമൻ സൂവൻ യുജ്സബി, ആരെങ്കിലും സൂ ചെയ്താൽ അതിൻ്റെ പകരം യുജ്സ നൽകപ്പെടും. നിങ്ങളെ മനസ്സുകളിലെ ഹൃദയാന്തരങ്ങളിൽ നിങ്ങൾ തുറന്നു പറഞ്ഞാലും നിങ്ങൾ പൂഴ്ത്തി വെച്ചാലും അള്ളാഹ് ഹിസാബ് നടത്തും എന്നുള്ള ആയത്തിനെക്കുറിച്ചും എന്താണ് ഉമ്മ എന്ന് ആയിഷ ബീവിനോട് ഉമ്മയ്യ ബീവി ചോദിച്ചു. അപ്പോൾ കാലത്ത് അപ്പോൾ ഉമ്മയാവുന്ന ആയിഷ ബീവി പറയാണ്, മാ സാലനി അൻഹാഹദും മുൻദു സഅൽതു റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാനിത് ചോദിച്ചിട്ട് ഇന്നേവരെ ഒരു പടപ്പും എന്നോട് ഈ ആയത്തിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല, ആദ്യം നിങ്ങളാണ് വന്ന് ചോദിക്കുന്നത്. ഫഖാല, അള്ളാഹിൻ്റെ റസൂൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞത്, ഹാദിഹി മുആതബത്തുല്ലാഹിൽ അബ്ദ ബിമാ യുസീബുഹു മിനൽ ഹുമ്മാ വന്നക്ബാ ഹത്തൽ ബിളാഅ യളഉഹാ ഫി യദി ഖമീസിഹി ഫയഫ്ഖിദുഹാ ഫയഫ്സഉ ലഹാ ഹത്താ ഇന്നൽ അബ്ദ യഖ്റുജു മിൻ ദുനൂബിഹി കമാ യഖ്റുജു തിബ്റൂൽ അഹ്മറു മിനൽ കീർ. ആദിദാന്ന് മുആതബത്തുല്ലാഹിൽ അബ്ദ, ഒരടിമനെ അല്ലാഹു ആക്ഷേപിക്കലാണ്, ബിമാ യുസീബുഹു, അവനെത്തുന്ന തരം ഒന്നുകൊണ്ട്, അവന്നതിനാൽ ഹുമ്മ പനിയാൽ, പനിയിലെ മുമ്പിന മനുഷ്യനിക്കെത്തോ അബിദിനെത്തും, നക്ബത്തി മുസീബത്തെത്തും, കയ്യും കാലും മുറിയൽ പോലത്തതായ മുസീബത്തുകളൊക്കെ എത്തും. പിന്നെ എന്താ പറയുന്നു? അപ്പോൾ ആയിഷ റളിയല്ലാഹു ഒന്ന് ചോദിച്ചാൽ എന്താ, അല്ല മനസ്സിൽ ഇപ്പോൾ എന്തെങ്കിലും ഉള്ള എന്തൊക്കെ പുറത്തേക്ക് പറഞ്ഞാലും ഒക്കെ ആക്കിയാലും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ നടത്തുന്നതാണ്. അപ്പോൾ മഅസറി ചെല്ലുമ്പോൾ പടച്ചോനെ ആ കുടുങ്ങല്ലോ. ഇതൊക്കെയാണ് ഇപ്പോൾ ആരുടെ സംശയം? ഈ ചോദിക്കുന്ന ആളുടെ സംശയം, ഒരു ഉമയ്യ ബീവിൻ്റെ സംശയം. അതിന് ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറയാണ്, അതെന്താ സംഗതി അറിയോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഇവിടുന്ന് തന്നെ കുറച്ചീച്ച കൊടുക്കുകയാണത്, ദുന്യാവിന്ന് കൊടുക്കുക തന്നെയാണത്. ഇപ്പം എന്താ പറയുന്നത്, ഈ തുബുതു മാഫി അംസിക്കും തൊത്തും യാസിബുക്കും ബില്ലാറല്ലേ, ആ പിടിച്ച് ശിക്ഷയിൽ ദുന്യാവിന്ന് തന്നെ കൊടുക്കുകയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിനെങ്കിൽ കൽബിൽ വേണ്ടാത്ത എന്തെങ്കിലും ചിന്ത വന്നു, ആരും പറഞ്ഞൊന്നുമില്ല, അപ്പം തെറ്റ് ചെയ്യാൻ ചാൻസൊക്കെ തിരഞ്ഞിരുന്നു, പക്ഷേ ചാൻസ് കിട്ടിയില്ല, അപ്പോഴും ചെയ്ത് തെറ്റാണല്ലോ അവന്. അതിൻ്റെ ഒക്കെ ശിക്ഷ അവിടെ നിങ്ങൾ കൊടുക്കുമ്പോഴല്ല ഇവിടുന്ന് ആ വേദന വരുമ്പോൾ ഉരവേദനയും ചില അത് ഉരവേദന ഉണ്ടായി. പിന്നെ ഇങ്ങോട്ട് അത് അബുദൽ അല്ല ശിക്ഷിക്കുകയാണത്, ഓനിക്ക് എത്തുന്ന ഒന്നും കൊണ്ട് ശിക്ഷിക്കുക ചെയ്യണത്. എന്താ പനി പത്തൊക്കെ കജ്ജും കാലും ഇതൊക്കെ ചെറുകൊണ്ട് ഉമ്മാരൊക്കെ ചിലപ്പം കുട്ടികളൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും പെട്ടെന്ന് പറ്റുന്നുണ്ട് നിങ്ങൾ അതൊക്കെ ദുന്യാവിന്ന് കൊടുക്കുന്നതാണ്. അതൊരു പ്രത്യേകതയാണ് മാതാപിതാക്കളുടെ ദുന്യാവിന് കൊടുക്കുന്നുണ്ട്. ഹത്തൽ ബിളാ, ഒരു ബിളായത്ത് വരെ, ബിളായത്ത് പിന്നെ മാലിൽ നിന്നുള്ള യലാഹുഹാഫിയതി കമീസി ഒരു ചങ്ങാതിൻ്റെ കയ്യിലൊരു ചെറിയൊരു ഒരു ചില്ലറ പൈസ ഉണ്ടായിനി, അതല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിനി, ഒരു സ്വർണ്ണ പീസോ വെള്ളിൻ്റെ കഷ്ണമൊക്കെ കയ്യിലുണ്ടായിനി, അതിങ്ങനെ തുണിയിലൂടെ കെട്ടിച്ചേക്കേനി. എന്നിട്ട് പിന്നെ തൻ്റെ കമ്മീസിൻ്റെ ഇതിലും വരച്ചേക്കേനി, കമ്മീസിൻ്റെ പിന്നെ ഇതിനുള്ളിൽ വരച്ചേക്കേനി. എന്നിട്ട് ഫെഫ്കിതുക, എന്നിട്ട് കുറച്ച് അല്ലാ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിനി കാണാനല്ലോ അല്ലേ, ഇത് വീണുപോയി കൈമോശം വന്നു പോകും. ഫെഫ്സൗലഹ, അപ്പോൾ ഒരു ബേജാറോ കുറച്ചോനെ എനിക്കിപ്പോൾ ചാടിപ്പോയതാവോ അല്ലേ. അതുവരെ എന്താണ് ഓനെന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുകയാണ്. എന്തിൻ്റെ ശിക്ഷ? എന്തോ ചെയ്തതിൻ്റെ ശിക്ഷയാണ്. ഒക്കെപ്പാട് ഒടുക്കി നീട്ടിയേക്കല്ല, ആഖിറത്തേക്ക് നീട്ടിക്കൂലത്തൊക്കെ പാട് ആഖിറത്ത് ശിക്ഷിക്കാൻ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ കുടുങ്ങൂലേ. അപ്പോൾ ഒക്കെ ഇവിടെ തന്നെ കൊടുക്കുകയാണ്, ദുന്യാവിൽ തന്നെ കൊടുത്തു വിടുകയാണ്. ഹത്താ എത്രത്തോളം ഇന്നല്ല അബ്ദൻ അടിമാല യഖ്റുജു മിൻ ദുനൂബിഹി, അവൻ്റെ പാപങ്ങളിൽ നിന്ന് പുറപ്പെടുന്നു. ഏതുപോലെ കമാ യഖ്റുജു തിബ്റുൽ അഹ്മറു, ചുവന്നതായിരിക്കുന്ന
ഈ തങ്കം പുറത്ത് വരുമ്പോൾ പിന്നെ കീരി ഓലോക്കിൽ നിന്ന് തീ അടുപ്പിലിട്ടിട്ട് ഇതിട്ടിട്ട് കണലിൻ്റെ അടിയിലിട്ടിട്ട്, ഇന്നത്തെ കാലത്ത് ഗ്യാസ് കൊണ്ടാണ് ചൂടാക്കലല്ലേ, ഇട്ട് ചൂടാക്കിയിട്ട് അതിൽ നിന്ന് കറിയും കളിയും ചളിയൊക്കെ ഒഴിവാക്കിയിട്ട് ചുവന്നതായിരിക്കുന്ന തങ്കം പുറത്തേക്ക് എടുക്കുമ്പോൾ എത്ര സംശുദ്ധമാണോ അതേപോലെ അവൻ മരിച്ചുമ്പോൾ എങ്ങനെയാണ് മരിക്കുക? ഒരു തെറ്റുമില്ലാതെ ആണ് മരിച്ചു പോകുന്നു. കാരണം കുറച്ച് കാലം രോഗിയായി കണ്ട് ബുദ്ധിമുട്ടായി കൊണ്ടും കടന്ന്, അതല്ലെങ്കിൽ കഞ്ചും കാലും മുറിഞ്ഞ്, അതല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അപകടത്തിൽ കുടുങ്ങി കണ്ട് എന്തെങ്കിലും അല്ലേ, അതൊക്കെ എന്തിനുള്ളതാണ്? ഇവിടുന്ന് പറ്റിപ്പോയതിൻ്റെ തീരാനുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ വളജോയ്യോ എന്നാണ്ട് കണ്ണീരൊക്കെ വേണ്ട, പ്രഭാവത്തിൽ മതിയോ, മനസ്സിലായില്ലേ? ഇതിങ്ങനെ നീണ്ടു പോകാനുള്ള കളെ ഒരു സ്റ്റോപ്പൊന്നും കാണാനില്ലേ? അങ്ങോട്ട് ഒരു അധ്യക്ഷയോട് വായിച്ചു മതിയാക്കുക, വായിച്ചോളൂ. وعن أبي موسى رضي الله عنه أن رسول الله صلى الله عليه وسلم قال رسول الله لا يصيب العبد ഒരു അടിമക്കത്തൂല നക്ബത്തും ഫമാ ഫൗഖഹ, ഒരു ചെറിയ കുത്തോ അതിൻ്റെ മേലുള്ളതോ അതായിരിക്കുന്ന ഒന്നും എത്തൂല, ഔദൂനാല താഴുള്ളതോ എത്തൂല, ഇല്ല അബിദംബിൻ, ഓൻ ചെയ്ത തെറ്റ് കാരണമായിട്ടല്ലാതെ. പല്ലുവേദന അറിയുന്നില്ല, എന്തോ അണ്ടാത്തൊന്നും കാട്ടിയിട്ടേ ബസ് സ്റ്റോപ്പ് കുത്തുന്നേരെ അങ്ങോട്ടോ നോക്കിയേക്കും. എന്നാ അല്ല അഫീണ് വേറെയുണ്ട്, അതിലേറുണ്ട്. അപ്പോൾ 200 തെറ്റ് ചെയ്തിട്ടുണ്ട്, 10 ചിലപ്പോൾ എന്ത് ഉണ്ടാവുള്ളൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല വല്ലുവേദനയും മൂക്ക് വേദനയും കൊടുക്കുന്നുണ്ടാവുള്ളൂ. ബാക്കി 190 എന്ത് ചെയ്തേക്കാണ് ഈ കാരം? ആഫ് ചെയ്ത് വിട്ടേക്കുവാണ് ഈ കാരം. റസൂലുള്ള അങ്ങനെ ഓതി, വമാ അസാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. നിങ്ങൾക്ക് എന്ത് മുസീബത്ത് വന്നാലും നിങ്ങൾ കാട്ടിക്കൂട്ടിയത് കാരണമായിട്ടാണ് നടക്കുന്നത്. വയഅഫു അൻ കസീർ, എന്നാ നിങ്ങൾ കാട്ടിക്കൂട്ടിയത് കസീർ അല്ലാഹ് എന്ത് ചെയ്യുന്നുണ്ട്? ചെയ്യുന്നുണ്ട്. അതെ ഖുർആൻ പറഞ്ഞ് അങ്ങനെയാണ്. റവാഹു തുർമുദിയോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. നബിയുടെ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ അബ്ദ, ഒരു അടിമ, ഇദാകാനാല ത്വരീഖത്തിൻ ഹസനത്തിൻ മിനൽ ഇബാദ, ഇബാദത്തിൽ നിന്നുള്ള ഒരു നല്ല വഴിൻ്റെ മേലായോ, നല്ലൊരു സന്മാർഗിയായിട്ടാണ് നടക്കുന്നത്. പിന്നെ അവൻ രോഗിയായി, നല്ല നേരത്തിനെല്ലാം ആഴ്മാലുകളൊക്കെ ചെയ്ത് ഖുർആനൊക്കെ അവർക്ക് ഓതി ഒക്കെ നല്ല നടപ്പാണ്, എന്നിട്ടും രോഗിയായി. എന്നാൽ ഖീലലിൽ മലക്കിൽ മുഅക്കലി ബിഹി, ഈ അടിമയെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കിനോട് പറയപ്പെടുന്നു, മലക്കേ ഉക്തുബ് ലഹു, ഈ മനുഷ്യനിക്ക് നീ ഹസനാത്തിൻ്റെ പട്ടികയിൽ എഴുതണം. എന്തിന്? മിസ്ലം അമലിഹി, അയാൾ ചെയ്തിരുന്ന അമലിനോട് സമാനമായത് എഴുതണേ. ഇദാകാന ത്വലീഖ, അയാൾ ആരോഗ്യവാനായിരുന്ന കാലത്ത്, അയാൾ ആരോഗ്യവാനായിരുന്ന കാലത്ത് പള്ളിക്കൊക്കെ ഇങ്ങനെ നടന്നീനോ, ചവിട്ടടിയിലേനോ, അങ്ങനെ മസലൻ അതൊക്കെ ഇയാൾക്ക് ഇപ്പോഴും എഴുതുക. ഉത്ലിഖഹു, അയാൾ ഒന്നുകിൽ അദ്ദേഹം ആരോഗ്യവാനായി മാറുന്നത് വരെ അഖഫ്തുഹു ഇലയ്യ, അല്ലേ, അല്ലെങ്കിൽ എന്നിലേക്ക് കാണിച്ചു കൂട്ടുന്നത് വരെ എന്ന് വെച്ചാൽ മരിക്കുന്നത് വരെ. ഒന്നുകിൽ മരിക്കുക അല്ലെങ്കിൽ രോഗം മാറുക, ഈ രണ്ടാലും ഉണ്ടാകുന്നത് വരെ അയാൾക്ക് ഏത് എഴുതുക? ഹസനാത്ത് അങ്ങനെ ഇരിക്കുമെന്ന് മലക്കിനോട് പറയോ. പിന്നെ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഇദാ ഉബ്തുലിയൽ മുസ്ലിമു, ഒരു മുസ്ലിമിന് പരീക്ഷിക്കപ്പെട്ടാൽ ബിബലാഇൻ ഫീ ജസദിഹി, തൻ്റെ മേനിയിൽ ഒരു പരീക്ഷണം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ, കണ്ണിന് കാഴ്ച പോയി അല്ലെങ്കിൽ കാല് മുറിഞ്ഞോ അങ്ങനെ കണ്ടായിന്ന് വെച്ചോ, ഖീല എന്നാ പറയപ്പെടുന്നതിൽ മലക്കിന് പറയുമ്പോൾ ഉക്തുബുലഹു സ്വാലിഹാമലിഹില്ലദീ കാന യഅമലു, അദ്ദേഹം മുമ്പ് ചെയ്തിരുന്ന സ്വാലിഹാമലിനോട് സമാനമായ സ്വാലിഹാമൽ ഇനിയും എഴുതിക്കോ. ഫൈൻ ഷഫാഹു,
അഥവാ അള്ളാഹു അയാൾക്ക് ആ അസുഖത്തിൽ നിന്ന് ഒരു ശിഫ കൊടുത്താൽ വസ്സലഹു വതഹറഹു, അദ്ദേഹത്തെ അദ്ദേഹത്തിന് ഇത് കഴുകിക്കളയുകയും വൃത്തിയാക്കുകയും ചെയ്യും. വൈൻ കബലഹു, അല്ല ഇയാളെ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോയി മരിച്ചു എന്ന് വെച്ചോളൂ, എന്നാൽ ഗഫറലഹു വറഹിമഹു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയും റഹ്മത്ത് ചെയ്യുകയും ചെയ്യും. ശരി, അതെന്തേ പറഞ്ഞത്? പിന്നെ സ്വാലിഹ് അമലൊക്കെ ചെയ്യുക, തെറ്റോ ശിഫ കൊടുത്തെങ്കിൽ പുറത്തും കൊടുത്തു, മരിച്ചുവാണെങ്കിലോ അത് അപ്പോഴും പുറത്തു കൊടുത്തു, ഒക്കെ പുറത്തു കൊടുത്തൊക്കെ തന്നെ. റവാഹുമാ ഫീ ശറഹി സുന്ന. പിന്നെ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്ഹഹാദത്തു, ഒരാൾ ഷഹീദാകുക എന്ന് പറഞ്ഞത് സബ്ഉൻ, 7 എണ്ണമുണ്ട്. ഷഹീദാര് വെറും വെട്ടിട്ടിൽ മാത്രമല്ല, ഏതല്ലാതെ സിവൽ ഖത്ലി ഫീ സബീലില്ലാ, അള്ളാന്റെ മാർഗത്തിൽ വധിക്കപ്പെടുക അല്ലാത്ത 7 ഷഹാദത്തുണ്ട്. ഏതാണത്? മത്ഊനു ഷഹീദ്, വയറ് സംബന്ധമായ അസുഖമുണ്ടായി മരിച്ചവൻ ഷഹീദാൻ. വൽ ഗരീഖു ഷഹീദ്, മുങ്ങി മരിച്ചവൻ ഷഹീദാൻ. വസായിബു ദാത്തിൽ ജംബി ഷഹീദ്, ദാത്തുൽ ജംബുണ്ടായി മരിച്ചവനും ഷഹീദാൻ. വൽ മബ്തൂനു, അത് മത്ഊന പറഞ്ഞാൽ ഞാൻ മബ്തൂനാന്ന് വെച്ചാൽ ഞാൻ അവിടെ മത്ഊനാണ്. എന്ത് താഴൂന് ബാധിച്ചവനെ, ഇത് മബുത്തു ബാക്കിൽ വരുന്നതാണ്. മബുത്തൂന് വയറ് സംബന്ധമായ അസുഖം ഉണ്ടായി മരിച്ചു. അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി മനസ്സിലാക്കിച്ചാൽ. സാഹിബുൽ കത്തി മരിച്ചവൻ, കരിഞ്ഞു മരിച്ചവനും ഷഹീദാണ്. വല്ലദീ യമൂതു തഹത്തൽ ഹദിമി ഷഹീദ്, ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ടേ, ഉരുൾപൊട്ടനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭൂകമ്പമൊക്കെ ഉണ്ടായിട്ട് ഒന്നായിട്ട് ഇടിഞ്ഞടിയൻ്റെ ചോട്ടിൽ കടന്ന് മരിച്ചവനും ഷഹീദാൻ. വൽ മർഅതു തമൂതു ബിജുംഇൻ ഷഹീദ്, ഒരു പെണ്ണ് അവർക്ക് പ്രസവ നൊമ്പരമുണ്ടായ സമയത്ത് മരിച്ച പെണ്ണുണ്ടല്ലോ, അവളും ഷഹീദാൻ. റവാഹു മാലിക്കുൻ അബൂ ദാവൂദ് നസായി. സഅദ് റളിയല്ലാഹു അൻഹു ഖാല സുഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുന്നാസി അശദ്ദു ബലാ, നബിയെ ജനങ്ങളിൽ നിന്ന് ബലായിനാൽ അശദ്ധാരാൻ. ഖാലൽ അംബിയാഉ ഫൽ സുമ്മൽ അംസലു ഫൽ അംസലു, ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്ന പ്രവാചകന്മാരാണ്. ഫല്ലംസലു, പിന്നെ അതിൻ്റെ താഴെ ഏറ്റവും ഫضലുള്ളവർ ആരാണോ അവരാണ്. ഫല്ലംസലു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഫضലുള്ളവർ ആരാണോ അതിനനുസരിച്ചാണ്. അപ്പം ഏറ്റവും ബലാവുകൾക്ക് അതിനെയൊക്കെ താഴെ ഫضലുള്ളവർക്ക് അതിന് താഴെ പരീക്ഷണം, അതിൻ്റെ താഴെ ഫضലുള്ളവർക്ക് അതിന് താഴെ പരീക്ഷണം. അപ്പോൾ ഒരു പരീക്ഷണവും ഇല്ലെങ്കിൽ ഓ ഫിറൗൻ്റെ മാതിരിയാണ്, മനസ്സിലാക്കിയാൽ മതി. പിന്നെ യുബ്തല റജുലു അലാ ഹസ്ബി ദീനിഹി, അവൻ്റെ ദിയത്തിയ അതോ ദീനിയ, എൻ്റെ ദിയത്ത് നൈതിയിലെ തൻ്റെ കൽബിലെ ഈമാൻ്റെ തോതനുസരിച്ചാണ് മനുഷ്യൻ പരീക്ഷിക്കപ്പെടുന്നത്. വൈങ്കാന ദീനുഹു, അവളൻ്റെ ദീനുഹു തന്നെ. വൈങ്കാന ദീനുഹു സുൽഭൻ, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുള്ള ഈമാൻ ദൃഢമാണെങ്കിൽ ഇസ്തദ്ദ ബലാഉഹു, അദ്ദേഹത്തിന് പരീക്ഷണം കഠിനമാകും. വൈങ്കാന ഫിദീനിഹി റിക്കത്തുൻ, അവൻ്റെ ഹൃദയത്തിലുള്ള ഈമാൻ്റെ കാര്യത്തിൽ ദുർബലനാണെങ്കിൽ ഹുവിനലൈഹി, അവൻ്റെ മേലിൽ ലളിതമാക്കപ്പെടുകയും ചെയ്യും. കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് അങ്ങനെ പോകും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആനന്ദ വലിയ ഈമാനത്രേ ഉള്ളൂ. സ്വർഗത്തെ തർജ്ജിയും കുറയും. മാസാല കദാലിക, അങ്ങനെ ആവും. ഹത്ത യംഷിയാല, പിന്നെ അർലിൻ അല്ല ബെരിമാറുണ്ടോ? അല അർലിൻ, അങ്ങനെ ഭൂമിൻ്റെ മേൽ അങ്ങനെ നടന്നു പോകും. മാലഹൂതമ്പുൻ, ഒരു തെറ്റും ഇല്ലാത്ത വിധം. റവാഹു തുർമുദി വബ്നു മാജ വദാരിമി വഖാതുർദി ഹാദാ ഹദീസുൻ ഹസനുൻ സ്വഹീഹ്. പിന്നെ ആയിഷ ബീവി പറയാണ്, മാ അഗ്ബിതു അഹദൻ ബിഹൗനി മൗത്തിൻ ബഅദല്ലദീ റഅയ്തു. ഇത് ഹദീസിൽ കഴിഞ്ഞില്ലേ? മുത്തനബിൻ്റെ ശിദ്ദത്ത് കണ്ടതിന് ശേഷം ഒരാളുടെ മൗത്ത് കൊണ്ടും ഒരാളെയും ഞാൻ പിന്നെ എന്ത് ചെയ്തിട്ടില്ല. അതേ അർത്ഥമുള്ള വാക്കില്ലേ? ആരേക്കാൾ മിൻ ശിദ്ദത്തി മൗത്തി റസൂലില്ലാഹി, പിന്നെ ഒരാളുടെയും മൗത്തിൻ്റെ ഹൗന് കൊണ്ട് ഞാൻ ലാളിത്യം കൊണ്ട് ഞാൻ ഇങ്ങനെ ഇവിടെ അകപ്പത്തിന് യോജിപ്പിക്കണ്ട അവിടെ നിന്ന്. അപ്പം അങ്ങനെ തന്നെ എങ്ങനെ
ആശീവ് പറയാണ് മാ അഹബിത്തു അഹദൻ, ഒരാൾക്കും ഞാൻ പൂതി വെച്ചിട്ടില്ല ഹൗനി മൗത്തീൻ, മരണം ലളിതമാകണമെന്നുകൊണ്ട് ഒരാൾക്ക് ഞാൻ പൂതി വെച്ചിട്ടില്ല. ബാദല്ലദീ റഅയ്തു ബിഹിദ് മൗത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റവാഹു തിർമിദി വനസായി. വൻഹ ആയിഷാബിനെ തൊട്ടിൽപ്പെട്ടു അന്നഹ കാലത്ത് ആയിഷാബി പറയാണ് റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹിനെ ഞാൻ കണ്ടു, ഹുബിൽ മൗത്ത്, നബിതങ്ങൾ മരണവെപ്രാളത്തിലാണ്. വൈന്ദഹു തങ്ങളുടെ അടുത്തുണ്ട് കദഹുൻ, ഒരു പാത്രമുണ്ട്, ഫീഹി മാവുന് വെള്ളമുണ്ട്, ഒഹുവ തങ്ങൾ യുദ്ഹിൽ യദഹു അടുത്ത് കൈ ഇങ്ങനെ പ്രവേശിപ്പിക്കും, ഫീ കദഹി ചട്ടിപ്പാത്രത്തിൽ, സമ്മയം സഹു വജഹു എന്നിട്ട് മുഖം ഇങ്ങനെ തടവും, സമ്മയക്കുലു എന്നിട്ട് പറയും അല്ലാഹുമ്മ ഇന്നീ അലാ മുൻകറാത്തിൽ മൗത്ത് അല്ലെങ്കിൽ ഔ സക്കറാത്തിൽ മൗത്ത് എന്നല്ലാൻ്റെ റസൂൽ ഇങ്ങനെ പറയുന്നുണ്ട്. മുഖം വെള്ളത്തിൽ തട്ടി വെച്ച് തടവുന്നുണ്ട്. റവാഹു തിർമിദി ഇബ്നു മാജ. وعن عائشة عن أنس رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم إذا أراد الله تعالى بعبد الخير, അള്ളാഹു ഒരടിമക്ക് ഹൈറാണ് വിചാരിച്ചത് എങ്കിൽ, ഒരടിമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ നല്ല ഉന്നതമായ പദവിയും സ്വർഗവും വിചാരിച്ചെങ്കിൽ, അജ്ജലഹുൽ ഉഖൂബത ഫിദ്ദുനിയാ, ദുനിയാവിൽ അള്ളാഹു അവനിക്ക് ശിക്ഷ ഉളരിപ്പിച്ചുകൊണ്ടിരിക്കും. വൈദാ അറാദല്ലാഹു ബിഅബ്ദിഹി ശർർ, അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമക്ക് ഷർറാണ് വിചാരിച്ചതെങ്കിൽ, അംസകൻഹു ബിദംബിഹി, അവൻ്റെ പാപങ്ങൾ കാരണമായിട്ട് അള്ളാഹു അവനെ തൊട്ട് പിടിച്ചു വെക്കും. ഹത്താ യുവാഫിയഹു ബിഹി യൗമൽ ഖിയാമ, അത് ഫുള്ളായിട്ട് അന്ത്യനാളിലാണ് ഫുള്ളാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. റവാഹു തിർമിദി. വഅൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഉളുമൽ ജസായി, നിശ്ചയമായിട്ട് വണ്ണമായ കൂലി കിട്ടൽ, മഉലുമിൽ ബലായി, വണ്ണമായ പരീക്ഷണത്തോടു കൂടെയാണ്. വഇന്നല്ലാഹ അസ്സ വജല്ല ഇദാ ഹബ്ബ ഖൗമൻ, ഒരു കൗമിനെ അള്ളാഹു ഇഷ്ടപ്പെട്ടെങ്കിൽ ഇബ്തലാഹും, അള്ളാഹു അവരെ പരീക്ഷിക്കും. ഫമൻ റളിയാ ഫലഹുർ റിളാ, ഫമൻ റളിയാ, ആരെങ്കിലും അള്ളാഹുവിന് പരീക്ഷണം പൊരുത്തപ്പെട്ടാൽ ഫലഹുർ റിളാ, അള്ളാഹിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് റിള കിട്ടും. ഫമൻ സഖിത, ആരെങ്കിലും അള്ളാഹിൻ്റെ പരീക്ഷണത്തോട് ദേഷ്യം കാട്ടിയാൽ ഫലഹു സഖത്തു, എനിക്ക് അള്ളാഹിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ദേഷ്യം ഉണ്ടാകും. കേട്ടില്ലേ? എനിക്കിപ്പോൾ റിള സഖത്തുള്ള ഫലഹു തിർമിദിയോ റവാഹു തിർമിദിയോ ഇബ്നു മാജാ, വലിയ പദവിയിലല്ലേ. പിന്നെ വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനത്തി, മുഅ്മിന് അല്ലെ മുഅ്മിനത്ത് രണ്ടാലൊന്നാണ് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത്. ഒരു ആണിൽ അല്ലെങ്കിൽ പെണ്ണിൽ എന്തുണ്ടായിക്കൊണ്ടിരിക്കും? അള്ളാഹിൻ്റെ പരീക്ഷണമായിക്കൊണ്ടേയിരിക്കും. ഫീ നഫ്സിഹി, അവൻ്റെ മേനിയിലും, വ മാലിഹി, സമ്പത്തിലും, വ വലദിഹി, മക്കളിലും ഒക്കെ പരീക്ഷ ഉണ്ടായിക്കൊണ്ടിരിക്കും. എത്തായൽക്കല്ലാഹ, അള്ളാഹിനെ കണ്ടുമുട്ടുന്നത് വരെ. വമാ അലൈഹി മിൻ ഖതീഹ, അവൻ്റെ മേലില്ല ഒരു പാപവും ഇല്ല അന്നിൽ കണ്ടുമുട്ടുന്നത് വരെ. മനസ്സിലായില്ലേ? അപ്പോൾ ഈമാ കൽബിൽ തന്ന ആണാട്ടെ പെണ്ണാവട്ടെ, മുതലിൽ, മക്കളിൽ, തടിമലും ഒക്കെ എന്തുണ്ടായിക്കൊണ്ടിരിക്കും? എന്തിനാ? അപ്പോൾ ഇതാണ് പോകുമ്പോൾ ഫ്രഷായിട്ടാണ് പോകാം, ഒരു പാപവും ഇല്ലാതെ. മനസ്സിലായില്ലേ? റവാഹു തിർമിദി റവാ മാലികുൻ നഹ്വഹു വഖാല തിർമിദി ഹാദാ ഹദീസുൻ ഹസനുൻ സ്വഹീഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് ഇബ്നു ഖാലിദ് സുലമി റളിയല്ലാഹു അൻഹു അൻ നബിഹി അൻ ജദ്ദിഹി അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹിൻ്റെ തിരുദൂതർ പറയാണ്, ഇന്നൽ അബ്ദ, നിശ്ചയം അള്ളാഹിൻ്റെ ഒരു അടിമ, ഇദാ സബഖത ലഹു മിനല്ലാഹ്, അദ്ദേഹത്തിനിക്ക് അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് മുൻകടന്നിട്ടുണ്ടെങ്കിൽ, മൻസില, സ്വർഗത്തിലൊരു പദവി, അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലൊരു പദവി കണക്കാക്കി. ആരെങ്കിലും ദ്വയോ എന്തുണ്ടാവിക്കാരം, അല്ലെങ്കിൽ മൂപ്പരൻ എന്തെങ്കിലും ഒരു സൽക്രമം ചെയ്തതിന് വർക്കത്തോണ്ടോ എന്തോ ഒരു കാരണത്തിനാൽ അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലൊരു ഈ ഒരു പദവി അള്ളാഹ് കണക്കാക്കി. എന്നിട്ടോ ലം യബ്ലുഹാ ബിഅമലിഹി, ആ പദവിയിലേക്ക് അമൽ കൊണ്ടെത്തിയിട്ടില്ല. തഹജ്ജുദൊക്കെ നിസ്കരിച്ച് ഓരോ തന്നെ രാത്രി കുറേ നിന്ന് ഉറക്കമൊക്കെ ഒഴിച്ച് ഇങ്ങനെയൊക്കെ നമ്മളല്ലേ സ്വർഗത്തിൽ പദവിയൊക്കെ കിട്ടല്. ആ ജാതി ഇയാളെന്ത് ചെയ്തിട്ടില്ല. എന്നാൽ ഇബ്തലാഹുല്ലാഹു, അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷിക്കും, ഫീ ജസദിഹി, അയാളുടെ മേനിയിലങ്ങ് പരീക്ഷിക്കും. ശരി, കാല് മുറിഞ്ഞിട്ടോ, കയ്യ് മുറിഞ്ഞിട്ടോ, കണ്ണു പൊട്ടിയിട്ടോ എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട്
തടിമരങ്ങ പരീക്ഷിക്കും, ഔ ഫീ മാലിഹി അല്ലെങ്കിൽ സമ്പത്തിൽ പരീക്ഷിക്കും, ഔ ഫീ വുൽദിഹി അല്ലെങ്കിൽ മക്കളിൽ പരീക്ഷിക്കും. സുമ്മ സബ്ബറഹു, അത് മാത്രവുമല്ല അള്ളാഹു മനുഷ്യനിക്ക് അള്ളാഹു ക്ഷമിക്കാനുള്ള തൗഫീഖും കൊടുക്കും. അലാ ദാലിക, ആ പരീക്ഷണത്തിൻ്റെ മേലിൽ. ഓ അല്ലേ പഠിച്ചോനെ ജിന്നിങ്ങനെ കാട്ടിയല്ലോ അങ്ങനെ പറയില്ല. പിന്നെ അള്ളാൻ്റെ കള്ളാല്ലേ, അള്ളാൻ്റെ തീരുമാനം നടക്കട്ടെ എന്ന് അയാളെന്ത് ചെയ്യും? ചില ആൾക്കാർ പിന്നെ എന്തെങ്കിലും അമലിൽ കുറവുള്ള കണ്ട് എന്ത് ചെയ്യരുത്, ഓനൊക്കെ മോശമാണ് കയറരുത്. ഓനെ ചിലപ്പോൾ അങ്ങോട്ട് നല്ല ബുദ്ധിമുട്ട് വേറെയുള്ള കൊടുത്ത് കണ്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, നല്ല സ്വർഗത്തിൽ പതി കൊടുക്കുന്നുണ്ടാവും. ഓനെ കുറ്റം പറഞ്ഞാൽ നമ്മൾ വസിയാവും. മനസ്സിലായില്ലേ? ഏതുവരെ അള്ള ക്ഷമിക്കാനുള്ള പരീക്ഷണവും സബ്റൊക്കെ കൊടുക്കും. ഹത്താ യുബല്ലിഗഹു അൽ മൻസിലത്തല്ലതീ സബഖത് ലഹു മിനല്ലാഹ്, അള്ളാഹിൻ്റെ വക്കൽ നിന്ന് അദ്ദേഹത്തിന് മുൻകടന്നിരിക്കുന്ന പദവിയില്ലേ, ആ പദവിയിലേക്ക് അങ്ങ് എത്തുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണവും ക്ഷമയും കൊടുത്തുകൊണ്ടിരിക്കും. റവാഹു അഹ്മദു വഅബൂ ദാവൂദ. അങ്ങനെയാണ്. നമ്മൾ ഈ മേലോടെ കാണണമെന്നല്ല. ചില ആൾക്കാർക്ക് ദുരിതമാണ് ഈ കാര്യം, എപ്പോഴും ബുദ്ധിമുട്ട്. അപ്പോൾ ആദ്യം ഒരു കുട്ടി മരിച്ചു, അപ്പോക്കിന് മറ്റേ കുട്ടിക്ക് കാല് പറഞ്ഞു, അപ്പോക്കിന് പെണ്ണുങ്ങൾക്ക് അവിടെ കൊണ്ടത്, അപ്പോക്കിന് മറ്റവനും അവിടെ. ഈ ചില പരിയിലുണ്ടാവും ആൾക്കാർക്ക് ദുരിതമാണ് ഈ കാര്യം. അതൊക്കെ പാടൊക്കെ എന്ത് കണക്കൂട്ടരുത്, ആരോ സീക്രട്ട് ചെയ്തൊക്കെയാണ് അറിഞ്ഞാണ് വേഗം എന്ത് ചെയ്യും, വേദയും വേറെ എത്തിക്കൊണ്ടിടുന്നത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. وعن عبد الله بن شخير رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم മുസ്തിൽ ഇബ്നു ആദം, അല്ലേ, ഇബ്നു ആദമിലേക്ക് കോലപ്പെടുത്തപ്പെടുന്നു. വൈലാ ജംബിഹി, അവൻ്റെ ഒരു ഭാഗത്തേക്കും 99 മരണകാരണങ്ങൾ. മരിക്കേണ്ടത് ഞാൻ ചങ്ങായി എന്നോ കഴിച്ചിലായിപ്പോയി. പിന്നെ വേറെ കണക്കുണ്ട്, മരിച്ചേണ്ടത് തന്നെ, ഇനി കരിമല്ലി കൊടുത്ത് ഇനി കഴിച്ചില്ലായി അല്ലേ. അങ്ങനെ പല സോക്കടുകളും വായക്കടുകളും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുമെന്നറിയോ, വണ്ടി തട്ടിയിട്ട് ആ ചങ്ങായി അതിനും കഴിച്ചിലായി പോകുന്നത്. ആ ചങ്ങായി മരണ വീട്ടം പോലെ മുമ്പ് കണ്ട് വീണൊക്കെ ഇനി ആ ചങ്ങായി പെട്ടില്ല അല്ലേ. 99 മരണത്തിനുള്ള കാരണങ്ങൾ ഒരു മനുഷ്യനിലേക്ക് അല്ലാഹു തട്ടിവിട്ടുകൊണ്ടിരിക്കും. ഇന്നഫ്തതുൽ മനായ, ഇനി മരണം മോനൊക്കെ പേച്ചു പോയി, ചൊളി ഒന്നിനും കുടുങ്ങിയില്ല. അങ്ങനെ കഴിഞ്ഞു പോയാൽ തന്നെ വഖാഫിൽ ഹറം ഹത്താ യമൂത്ത്, അവസാനം വൃദ്ധനാകുക എന്ന് പറയുന്ന ബലാൽ കൊണ്ടുപോയിട്ട് അവൻ മരിക്കുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ തംസീൽ ചെയ്തുകൊണ്ടിരിക്കും. എന്നാലും എന്ത് ചെയ്യൂല, ഒരു മുഅ്മിനായി മരിച്ചാൽ അവന് കണക്ക് മനുഷ്യനാണെങ്കിൽ എന്തെങ്കിലും ഒരു ബലാവും മുസീബത്തും. رواه الترمذي وقال هذا حديث غريب. عن جابر رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم يود أهل العافية يوم القيامة, അന്ത്യനാളിൽ ആഫിയത്തിൻ്റെ അഹ്ലുകാർ പൂതി വെക്കും. നമ്മളെ പോലത്തെ ആൾക്കാർക്ക് കൊണക്കൊടും വെക്കണമൊന്നും ഇല്ലാത്ത ആഫിയത്തിൽ ജീവിച്ച ആൾക്കാരുണ്ടല്ലോ, ശരിക്കും കുഴപ്പമൊന്നുമില്ല, മനസ്സിനും കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ ആൾക്കാർ പൂതി വെക്കും അന്ത്യനാളിൽ. ഹീന യുഅ്താ അഹ്ലുൽ ബലാഇ സവാബാ, ദുനിയാവിലെ ബലായിൻ്റെ അഹ്ലുകാർക്ക് കൂലിങ്ങനെ നൽകപ്പെടുന്നത് കാണുമ്പോൾ, ദുനിയാവിൽ ദുരിതത്തിൻ്റെ ആൾക്കാരെന്ത് ചെയ്യുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല വാരിക്കോരി കൊടുത്ത് സ്വർഗത്തേക്ക് ഇങ്ങനെ കയറ്റി വിടുന്നത് കാണുമ്പോൾ ഈ ആഫിയത്തിൽ ജീവിച്ചിന് ആൾക്കാർ പൂതി വെക്കുന്നു. എന്താണ് പൂതി വെക്കണേ, ലൗ അന്ന ജുലൂദഹും, നിശ്ചയമായിട്ടും അവരുടെ മേനികൾ, കാനത്ത്, അത് ആയിരുന്നാലത്ര നന്നായിരുന്നേനെ, കുരിലത്ത്, അതിങ്ങനെ കഷ്ണിക്കപ്പെട്ടിരുന്നതായിരുന്നത്ര നന്നായിരുന്നേനെ, ദുന്യാവിൽ ബിൽ മക്കാരീൽ, കത്രികകളെ കൊണ്ട്. ദുന്യാവിൽ ഏതെങ്കിലും പിരാന്തം വന്നു കാണ്ടോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലയ്ക്ക് എൻ്റെ ശരീരം മുഴുവൻ കത്രികളെ കൊണ്ട് ഇങ്ങനെ കത്രിക്കപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ പൂതി വെക്കോ. കാരണം തലേറി എന്നാൽ 50 60 ഉള്ളൂ. ഇത് അറ്റമില്ലാത്ത സ്വർഗീയ ആനന്ദല്ലേ, വല്ലാത്തൊരു കോള്. ദുന്യാവ് ജീവിച്ചതിൻ്റെ കാലത്ത് എന്ന് കൊണക്കളാന്നാണ് അല്ലേ, അസുഖമായി ജീവിച്ചതിനൊക്കെ എത്ര നന്നായിരുന്നു പൂതി വെക്കുമോ. എൻ്റെ മക്കളെ അങ്ങനെയാണ് തീരല്ലോ. ഇയ്യ് പോയാലും നമ്മളുണ്ടാവും ഇപ്പുറത്ത് ഇങ്ങനെ വെള്ളം കാട്ടിക്കണം.
റവാഹു തിർമിദി വഖാല ഹാദാ ഹദീസുൻ ഗരീബ്. وعن جابر الرامي رضي الله عنه أنه قال ذكر رسول الله صلى الله عليه وسلم അള്ളാഹിൻ്റെ റസൂൽ ഒരിക്കൽ രോഗത്തിനുള്ളതായിരിക്കുന്ന ഗുണവും പൗത്രാസും പവിത്രതയൊക്കെ ഇങ്ങനെ പറഞ്ഞ്, അസുഖം ഉണ്ടായാലുള്ള ഗുണങ്ങളും രോഗം ഉണ്ടായാലുള്ള ഹൈറൊക്കെ ഇങ്ങനെ പറഞ്ഞ്. അപ്പോൾ കാല തങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഇന്നൽ മുഅ്മിന ഇദാ അസ്വാബഹു സഖമു, ഒരു സത്യവിശ്വാസിക്ക് രോഗം പിടിപെട്ടാൽ സുമ്മഅഫാഹുല്ലാഹു അസ്സ വജല്ല മിൻഹു, പിന്നെ അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കരകയറ്റം കൊടുത്തിട്ട് ആഫിയത്ത് തിരിച്ചു കൊടുത്താൽ കാന അവന് കിട്ടിയ രോഗമായി കഫാറത്തൻ ലിമാ മദാ മിൻ ദുനൂബിഹി, പാപങ്ങളിൽ നിന്ന് കഴിഞ്ഞു പോയ സർവ്വ പാപങ്ങൾക്കും അത് പ്രായശ്ചിത്തമായി. വമൗഇദത്തൻ ലഹു ഫീമാ യസ്തഖ്ബിലു, വരുംകാല ജീവിതത്തിലേക്ക് അവൻ്റെ പാഠവുമായി. ഈമാനുള്ള മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം കൊടുത്തിട്ട് അതിൽ നിന്ന് ഭേദം കൊടുത്താൽ കഴിഞ്ഞു പോയ അതിൻ്റെതായി പാപങ്ങൾക്ക് മോചനമായി വരാൻ പോകുന്ന കാലത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെങ്ങനെയും പരീക്ഷിക്കാമെന്നുള്ളതും ഒരു പാഠമാണ്. എന്നാൽ വൈന്നൽ മുനാഫിക്ക, നിശ്ചയമായിട്ടും ഈ കപട വിശ്വാസി ഇതാ മരുന്ന രോഗിയായി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അതിൽ നിന്ന് ഭേദം നൽകപ്പെട്ടാൽ കാനക്കൽ ബഈർ, ഒട്ടകത്തെ പോലെയാവോ, എന്ത് കാല് കാലാവുന്നവന് അതുപോലെ അവൻ്റെ കാല് കാലാവോ, എന്ത് അതാണ് അള്ളാഹിൻ്റെ റസൂൽ വജുഷബ് മുത്തനബിൻ്റെ പറയണ്ടേ, ഒട്ടകത്തെ പോലെ ആവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വജുഷബ് അള്ളാഹിൻ്റെ റസൂൽ വിവരിക്കുന്നുണ്ട്. അഥവാ അക്കലഹു അകലുഹു, ഒട്ടകത്തെ അതിൻ്റെ വീട്ടുകാർ കെട്ടിയിട്ടു, സുമ്മ അർസലുഹു, കുറച്ച് കഴിഞ്ഞപ്പോൾ അഴിച്ചും വിട്ടു. ഒട്ടകത്തെ വീട്ടുകാരെന്ത് ചെയ്തു, കയ്യും കാലും പിടിച്ചുകാണ്ട് കെട്ടി, കുറച്ച് കഴിഞ്ഞപ്പോൾ അഴിച്ചു വിട്ടു. ഫലം എതിരി, ഒട്ടകത്തിന് അറിഞ്ഞുകൂടാ, ലിമാക്കലുഹു, ഈ പെരക്കാരി എന്തിനാണ് എന്നെ പിടിച്ചാദ്യം കെട്ടിയത് എന്ന് അറിഞ്ഞുകൂടാ, വലിമാർസലുഹു, എന്തിനാണ് അഴിച്ചു വിട്ടത് എന്നും അറിഞ്ഞുകൂടാ. എന്നതുപോലെ മുനാഫിക്കിന് രോഗം വന്നിട്ടുണ്ടെങ്കിൽ അറിയില്ല, എന്തിനെ അള്ളെനിക്ക് സോക്കർ തന്നോന്നും അവനറിയില്ല, എന്തിനെ ഭേദാക്കിയതെന്നും ഓനറിയില്ല. അല്ല കാല് കണ്ടുണ്ടെങ്കിലൊന്നും കേട്ടോ. ഫഖാല റജുലുൻ യാ റസൂലല്ലാഹ്, അപ്പോൾ സ്വഹാബി ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ വമൽ അസ്കാം, വല്ലാഹി മാ മരിൽതു ഖത്തു. ഫഖാല ഖും അന്നാ ഫലസ്ത മിന്നാ. വമൽ അസ്കാം, എവിടെയാണ് സോക്കട്? വല്ലാഹി മാ മരിൽതു ഖത്തു, എനിക്ക് ഇതുവരെ ഒരു സോക്കടും ഉണ്ടായിട്ടില്ല. ചിലരുണ്ട് ബൊമ്പിങ്ങനെ വരണം, ഒരു കണക്കടും ഇല്ലാത്ത മേനിയാന്നൊക്കെ പറഞ്ഞാണെങ്കിൽ ആ മൂപ്പരെ വല്യമ്പ് പറയണത് എനിക്കുണ്ടല്ലോ അസുഖം, ആ പരിപാടി തന്നെ നമുക്കില്ല പറഞ്ഞ്. ഞമ്മളെപ്പോഴും മിയല്ലേ പറഞ്ഞു. അപ്പോഴോ അപ്പൊ കാലതൊക്കെ വെക്കും എന്നാ നീച്ചു പോടുന്നു പുലസ്ത, പിന്നെ ഞമ്മളെ കൂട്ടത്തിൽ പെട്ടല്ല, ഞമ്മളത് കൂട്ടത്തിൽ പെട്ടല്ല പറഞ്ഞു. മനസ്സിലായില്ലേ? അതൊക്കെ ഞമ്മളെ കൂട്ടത്തിൽ പെട്ടവർക്ക് എന്തുണ്ടാവും, കുറച്ചൊക്കെ അസുഖവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമെന്നായിരുന്നു. പിന്നെ എന്താണ് وعن أبي سعيد رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم إذا دخلتم المريض, രോഗിൻ്റെ മേൽ കയറി ചെന്നാൽ പിന്നെ ഫനഫിസൂ ലഹു ഫീ അജലിഹി, അയാൾക്ക് അള്ളാഹു അവധി നീട്ടിക്കൊടുക്കാൻ അയാൾക്ക് വേണ്ടി ദുആ ചെയ്യണേ. അള്ളാഹു നിങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും തരണേന്ന് അയാൾക്ക് ദുആ കൊടുക്കണം. ഫഇന്ന ദാലിക ലാ യറുദ്ദു ശൈഅൻ വയതീബു ബിനഫ്സിഹി, നിശ്ചയമായിട്ടും ഒരു ഷൈനെയും അത് തട്ടൂല, മാത്രമല്ല അയാളുടെ മനസ്സിന് അതൊരു സുഖം കൊടുക്കുകയും ചെയ്യും. ശരിയല്ലേ? റവാഹു തുർമുദി വഇബ്നു മാജ വഖാല തുർമുദി വഹാദാ ഹദീസുൻ ഗരീബ് വഅൻ സുലൈമാൻ ബിൻ സുറദിൻ അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖതലഹു ബത്നുഹു, ഒന്ന് താവും ഒന്ന് തോവാണ്, ഒരാളുടെ വയറ് അസുഖം ഒരാളുടെ കൊന്നു കളഞ്ഞാൽ, അത് കുടലിന് ക്യാൻസർ ഉണ്ടായി,
കിഡ്നിക്ക് ക്യാൻസർ ഉണ്ടായി, അതല്ലെങ്കിൽ കിഡ്നി പോയി, അതല്ലെങ്കിൽ വെള്ളത്തിനുള്ളിൽ മുഴ ഉണ്ടായി പറഞ്ഞിട്ടില്ലേ. വയറ് സംബന്ധമായ അസുഖം ഒരാളെ കൊന്നു കളഞ്ഞാലും കബരിഹി, അയാളെ കബറിൽ അയാളെ ശിക്ഷിക്കപ്പെടുകയില്ല. റവാഹു അഹ്മദു വത്തുർമുദി വഖാല ഹദീസുൻ ഖരീബ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫസ്ലു സാലിസു അൻ അനസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ കാന ഗുലാമുൻ യഹൂദിയുൻ, ഒരു ജൂതനായ ഗുലാമുണ്ടായിരുന്നു. യഹ്ദിമുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബിക്ക് സേവനം ചെയ്യുന്ന ഒരു ജൂതനാധാരിക്കുന്ന ഒരു അടിമക്കുട്ടിയുണ്ടായിരുന്നു. അടിമയല്ലാത്തയിക്കോട്ടെ, കുട്ടിയാണ്. അങ്ങനെ ഫരിള കുട്ടിക്ക് രോഗിയായി. ഫാത്താഹുൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഊദുഹു, ആ കുട്ടിയെ രോഗസന്ദർശനം നടത്താൻ വേണ്ടി മുത്തനബി ആ കുട്ടിൻ്റെ അടുത്ത് ചെന്നു. ഫഖഅദ ഇൻദ റഅസിഹി, ആ കുട്ടിയുടെ തലക്കം പുറത്ത് മുത്തനബി ഇരുന്നു. ഫഖാല ലഹു, മുത്തനബി ആ കുട്ടിയോട് പറഞ്ഞു, മോനെ അസ്ലിം, ഇസ്ലാം പുൽകണം. ഫനദറ ഇലാ അബീഹി വഹുവ ഇൻദഹു, അപ്പോൾ ആ കുട്ടി ഉപ്പാൻ്റെ അടുത്തേക്ക്, ആ കുട്ടിക്കൊരു ഉപ്പണല്ലേ, ആ ഉപ്പാൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഒന്ന് നോക്കി. ഉപ്പ അടുത്തുണ്ടായിരുന്നു. ഫഖാല, അപ്പോൾ ആ ഉപ്പ പറഞ്ഞു, അത്തി അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം, അബുൽ ഖാസിമിനനുസരിച്ചോ. അങ്ങനെയാണ് ഗിലാവെന്തല്ല. പിന്നെ അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ് കേട്ടലാ. പിന്നെ ഫാസിലമാ കുട്ടി കലിമയല്ലി. ഫഖറജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാൻ്റെ റസൂല് പുറത്തേക്ക് ഇറങ്ങി. വഹുവ യഖൂൽ, ഏത് സിൽ തങ്ങൾ പറയുന്നത്, അൽഹംദുലില്ലാഹ് അല്ലദീ അൻഖദഹു മിനന്നാർ, നരകത്തിൽ നിന്ന് ഈ കുട്ടിയെ രക്ഷിച്ച് മുസ്ലിമാക്കി തന്ന അല്ലാഹുവേ നിനക്ക് ഹംദ് എന്നർത്ഥം. റവാഹുൽ ബുഖാരിയു അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ആദ മരീളൻ നാദാ മുനാദിൻ മിനസ് സമാഇ, രോഗിയെ സന്ദർശിക്കാൻ ഒരാൾ തയ്യാറായാൽ ആകാശലോകത്തിൽ നിന്നൊരു ഒരാളെന്നാൾ വിളിച്ചു പറയുന്നുണ്ട്, തിബ്ത, നീ തൊയ്യിബായി മാറിയടാ. പതാപംശാക്കാൻ, എൻ്റെ നടത്തവും നല്ല പരിപാടിയാണടാ. പതബവ്വഅത മിനൽ ജന്നത്തി മൻസില, സ്വർഗത്തിൽ നിന്ന് ഇരിപ്പിടത്തിൽ നീ സ്ഥാനം പിടിച്ചുവടാ. റവാഹു ഇബ്നു മാജാ. പിന്നെ അലി റളിയല്ലാഹു അൻഹു ഖറജ മിൻ ഇന്ദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബിൻ ഹദറത്തിൽ നിന്ന് ഇറങ്ങി. ഫീ വജ്ഹിൽ ലദീ തുവഫിയ ഫീഹി, മുത്തനബി വഫാത്തായിരിക്കുന്ന ആ വേദന നടന്ന കാലത്ത്. ഫഖാല അന്നാസ് യാ അബൽ ഹസൻ, അവിടെ ഹംസ അങ്ങനെ ഒരു പ്രയോഗമാണത്. അബാൻ ഹംസ കളഞ്ഞാണ് യാ ബാ ഹുറൈറ എന്നൊക്കെ പറയില്ലേ, എന്നാൽ മതി. യാ അബൽ ഹസൻ കൈഫ അസ്ബഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബിക്ക് നേരം വെളുത്തപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ ചോദിക്കൂലേ, ഇപ്പോൾ രാവിലെ എങ്ങനെയുണ്ട്. ഫഖാല അസ്ബഹ ബിഹംദില്ലാഹി ബാരിആ, ഇന്ന് കുറച്ച് സുഗന്ധ ആ നിലക്കാണ് നേരം വെളുത്തത്, അൽഹംദുലില്ലാഹ്. റവാഹുൽ ബുഖാരി. വഅൻ അത്താ ഇബ്നു അബി റബാഹിൻ അന്നഹു ഖാല ലി ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് ഈസം അത്താവിനോട് ചോദിച്ചു, അത്തായെ അലാ ഉരീക, എനിക്ക് കാട്ടിത്തരണോ, ഉംറാത്തൻ പെണ്ണ് കാട്ടിത്തരണോ, കെട്ടാനല്ല, എന്നെയോ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗക്കാരിൽപ്പെട്ട പെണ്ണ് കാട്ടിത്തരണോ. അല്ലാ, എങ്ങനെയപ്പോൾ സ്റ്റിക്കർ ഒട്ടിച്ചപ്പോൾ തന്നെ സ്വർഗത്തുക്കോ സ്വർഗത്തുക്കോ കള്ള പെണ്ണെ കാണിച്ചു തരണം എനിക്ക് ചോദിച്ചു. ആയിക്കോട്ടെ. ആദിയിൽ മർഅത്തു സൗദ, ഈ കറുത്ത പെണ്ണ് തന്നെ, കറുത്തതുകൊണ്ടല്ല. പിന്നെ അതത്തിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി സംഭവിക്കാൻ പോവുകയാണ്. മുത്തനബിൻ്റെ ഹദറത്തിൽ ആ പെണ്ണൊരിക്ക വന്നു. ഫഖാലത്ത് യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ തിരുദൂതരെ, ഇന്നി ഉസ്റഉ, ഞാനൊരു മുസ്റാത്തായ പെണ്ണാണ്, അപസ്മാരം പിടിച്ച് വീകുന്ന പെണ്ണാണ്. പിന്നെ ഇന്നി അതകശഫു, ഞാൻ തുണി നീങ്ങിപ്പോകും. അപസ്മാരം പിടിച്ച് വീകുമ്പോൾ ആ വീഴ്ചയിൽ ചില തുണിയൊക്കെ മേത്തുനിന്ന് പോകും. അപ്പോഴോ ഫദ്ഉല്ലാ, അതുകൊണ്ട് നബിയെ തങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യണം എൻ്റെ ഈ സോക്കട് മാറാൻ. ഫഖാല, തങ്ങൾ പറഞ്ഞു, ഇൻ ശീതി സബർത്തി വലക്കിൽ ജന്ന,
നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നീ ക്ഷമിച്ചോ, നിനക്ക് സ്വർഗമുണ്ട്. അതവിടെ നിന്നോട്ടെ, എന്തിനാപ്പോൾ ദ്വാരന്ന് മാറ്റാൻ നിൽക്കുന്ന, സ്വർഗം ഉണ്ട് എനിക്ക്. കാരണം യുആഫിയക്ക്, അല്ല നിനക്ക് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ആഫിയത്ത് തരാൻ വേണ്ടി ദ്വാരക്കുകയും ചെയ്യാം. ഫക്കാലത്ത് അസ്ബിറൂ, അപ്പം പെണ്ണ് പറഞ്ഞു, എന്നാ അസുഖം നിന്നോട്ടെ, എനിക്ക് സ്വർഗം ഉണ്ടല്ലോ, അത് മതി, ഞാൻ ക്ഷമിക്കാൻ റെഡിയാണ്. ഫക്കാലത്ത്, ആ പെണ്ണ് പറഞ്ഞു, നബിയേ, പക്ഷെ ഒരു കാര്യം കൂടി ഇങ്ങ് കൂട്ടത്തിൽ പറയാണ്ട്, ഇനി അത്തക്കശഫു, ഞാൻ തുണി നീങ്ങിപ്പോകുന്നുണ്ട്, വസ്ത്രം ഉരിഞ്ഞു പോകുന്നുണ്ട് മേത്തുനിന്ന്. ഫദഉല്ലാഹ അല്ലാ അത്തക്കശഫ, എൻ്റെ വസ്ത്രം നീങ്ങിപ്പോകാതിരിക്കാൻ തങ്ങൾ ദുആ ചെയ്യണം. ഫദഅലഹ, തങ്ങൾ ആ പെണ്ണിന് വേണ്ടി അതിനു വേണ്ടി ദുആ ചെയ്തു. തവക്കന്നലൈഹി, അപ്പോൾ പെണ്ണ് തുറക്കത്തിക്കാന്ന് മനസ്സിലായി. അങ്ങനെ മനസ്സിലാക്കിയാണ്, അല്ലാതെ അവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടൊന്നുമില്ല ആരും. പിന്നെ മുത്തഫഖുൻ അലൈഹി. വഅൻ യഹ്യ ഇബ്നു സഈദ് അന്നഹു ഖാല ഇന്ന റജുലൻ ജാഅഹുൽ മൗത്ത്, ഒരു മനുഷ്യനിക്ക് മരണം വന്നു. ഫി സമനി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല റജുലുൻ ഹനിഅൻ ലഹു മൽതാ വലം യുബ്തല ബിമർളിൻ, ഒരു രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടാത്ത വിധത്തിൽ മരിച്ചല്ലോ, എന്തോ ഒരു മംഗളം പറഞ്ഞൊക്കെയാണ്. ഹൈജ് കഴിച്ചില്ലാടാ, അത് മരിച്ചുപോയി, ഓൻ്റെ സുഖം കേട്ടോ, മൂലൊക്കെ കിടക്കാതെ ഒരു സങ്കടമില്ലാതെ സുഖമായിട്ട് മരിച്ചു പോയില്ലേ. ഇത് പറഞ്ഞപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, വൈഹക്, എന്ത് വർത്താനം ഈ പറയുന്നത്, മായതിരിയുതിരിക്കാൻ നിനക്ക് എവിടുന്ന് അറിയുമടോ, ലോ അന്നല്ലാഹ അബ്തലാഹു ബിമർദിൻ, അള്ളാഹു അദ്ദേഹത്തെ ഒരു മരണം കൊണ്ട് പരീക്ഷിച്ചിരുന്നുവെങ്കിൽ, ഫകഫറ അന്ന മിൻ സയ്യാത്തിഹി, അയാളുടെ പാപങ്ങളിൽ നിന്നത് കാരണമായിട്ട് അള്ളാഹു പുറത്തും കൊടുത്തു നിന്നിരുന്നെങ്കിൽ, അങ്ങനെ ഉണ്ടാവൂലേ. ഒരു കൊണക്കടമില്ലാതെ എങ്ങനെ വണ്ടിയെടുക്കേണ്ടതിൻ്റെ അടിയിൽ എന്ത് ചെയ്ത് കാരണം സുഖമായിട്ടാണ് മരിച്ചു പോയില്ലേ, ഓനെന്തൊരു ഭാഗ്യം, അങ്ങനൊന്നും പറയണ്ട, അങ്ങനെ മംഗളം പറയൊന്നും വേണ്ട. ചില കുറച്ച് കടന്നുകാണ്ട് ഒരു അസുഖമായി കടന്നുകാണ്ട് രോഗിയായിട്ട് മരിച്ച പാപങ്ങൾ പുറത്തു പോയേക്കാമല്ലോ, അങ്ങനെയില്ലേ. റവാഹു മാലിക്കുൻ മുർസലൻ. പിന്നെ വഅൻ സദ്ദാദ് ബിൻ ഔസിൻ വൻ സുനാബിഹി റളിയല്ലാഹു അൻഹുമാ, പിന്നെ ഷദ്ദാദിനെ തൊട്ടും സുനാബിഹിനെ തൊട്ടും റിപ്പോർട്ട്, അന്നഹുമാ ദഖല അലാ റജുലിൻ മരീളിൻ, രോഗിയായ ഒരു മനുഷ്യൻ്റെ മേൽ രണ്ടുപേരും കയറി ചെന്നു. യഊദാനിഹി, രണ്ടുപേരും കൂടി ഇദ്ദേഹത്തെ കാണാൻ. ഫഖാല ലഹു കൈഫ അസ്ബഹത, രണ്ടുപേരും ചോദിച്ചു, അല്ല ഇന്ന് നേരം വെളുത്തപ്പോൾ എങ്ങനെയുണ്ട്, നമ്മൾ ചോദിക്കൂലേ. ഖാല അസ്ബഹതു ബിനിഅമത്തിൻ, നിയമത്തോടു കൂടിയാ പ്രഭാതത്തിലായത്. സദ്ദാദ് പറഞ്ഞു, അബ്ശിർ ബി കഫാറാത്തി സയ്യാത്തു ഹത്തി സയ്യാത്ത്, എന്നാ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു സന്തോഷമുള്ള വർത്തമാനം കേൾക്കണോ, പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് ഈ ദോഷങ്ങൾ എന്നതുകൊണ്ടും, അതുപോലെ തന്നെ ചെറുദോഷങ്ങളെ താത്തിവിടുന്നതാണ് എന്നുകൊണ്ടും ഞാൻ ഈ സന്തോഷവാർത്ത അറിയിക്കുകയാണ്. പിന്നെ ഫഇന്നി സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, റസൂലുള്ളാഹി പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഇദാ അനബ്തലൈതു അബ്ദി അബ്ദൻ മിൻ ഇബാദി, എൻ്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമനെ ഞാനെങ്ങാനും പരീക്ഷിക്കുകയാണ് എങ്കിൽ, മുഅ്മിനായ അടിമനെ കേട്ട്, ഫഹമിദനി, ഓൻ ഹംദാണ് ചെയ്യുന്നതെങ്കിൽ, ഓൻ പരീക്ഷിച്ചേ, വയറുവേദന, പല്ലുവേദന, ഓൻ അൽഹംദുലില്ലാ എന്നാ പറയുന്നത്. അല്ല മബ്തലൈതുഹു, ഞാൻ ഓന് പരീക്ഷിച്ച പരീക്ഷണത്തിൻ്റെ മേലും എന്താ ചെയ്യണത്, ഹംദാണ് അർത്ഥമെങ്കിൽ, ഫഇന്നഹു യഖൂമു മിൻ മദ്ജഇഹി ദാലിക, ആ കിടക്കുന്നിടത്തിൽ നിന്ന് അവൻ എഴുന്നേൽക്കും എങ്ങനെ, കയൗമ വലദതുഹു ഉമ്മുഹു, ഉമ്മ അവന് പ്രസവിച്ച യൗമ പോലെ പ്രസവിക്കും, അഥവാ മിന ഖതായ, പാപങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഉണ്ടാവില്ല. യഖൂലു റബ്ബു, റബ്ബ് പറയും തബാറക വ തആല, അന ഖയ്യത്തു അബ്ദി വബ്തലൈതുഹു, പിന്നെ ഫഅജ്റു ലഹു മാ കുന്തും തുജ്റൂന ലഹു വഹുവ സഹീഹ്, അടിമനെ ഞാൻ കെട്ടിയിട്ടു, പള്ളിയിൽ ഇറങ്ങാൻ വയ്ക്കണില്ല, രോഗിനെ കാണാൻ പോകാൻ വയ്ക്കണില്ല, സാമൂഹ്യ പ്രവർത്തനത്തിൽ വയ്ക്കണില്ല, ഒരാളെ ഞാൻ കെട്ടിട്ടോ, വബ്തലൈതുഹുവിനെ പരീക്ഷിച്ചു. കാരണം ഓരോട് ഞെക്കുകയാണ് ഈ കാരണം, നട്ടല് പൊട്ടിയേക്കാണ് ഈ കാരണം, അവിടെ കിടക്കുകയാണ്,
എന്നാൽ ഫജ്റൂലഹു മലക്കളെ അയാൾക്ക് നിങ്ങൾ ഇങ്ങനെ നടത്തിക്കോളി ഒരു അമലിനെ മാക്കുന്തും തുജുറൂനഹു ലഹു തുജുറൂന ലഹു അദ്ദേഹത്തിന് നിങ്ങൾ നടത്തിയിരുന്ന അതന്നെ അങ്ങനെ നടത്തിക്കോളി ഓ സഹീ ഇത് ഹസനാത്തിൻ്റെ ഇങ്ങനെ പട്ടികയിൽ ഇങ്ങനെ ഇരികോളി ഏത് ഇരികോളി അയാൾ ആ നട്ടല് പൊട്ടി കിടക്കണതിന് മുമ്പ് ഇതിനെ എത്തില്ലേ മസലൻ അതങ്ങനെ ഇരികോളി മൂലൊക്കെ കിടക്കുമ്പോഴും കാലത്ത് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കസറത്ത് ദുനൂബുൽ അബ്ദി ഒരടിമൻ്റെ പാപം അധികരിച്ചാൽ വലം യകുല്ലഹു മാ യകഫിറുഹാ മിനൽ അമൽ അതിനെ പൊറുപ്പിക്കുന്ന ഒന്ന് അമലിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായതുമില്ല എങ്കിൽ ചങ്ങായി തെറ്റ് ചെയ്തന് എന്നാ അവർ പൊറുപ്പിക്കാൻ മാത്രം ചെയ്തു അമൽ ചെയ്തണോ അതുമില്ല എന്നാ പിന്നെ ഇബ്തലാഉല്ലാഹു ബിൽ ഹസൻ സങ്കടങ്ങളെ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും ഓനെ തൊട്ട് അതങ്ങ് അത് പൊറപ്പിക്കാൻ ഹസൻ പൊറപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുലേക്ക് മടക്കാം അള്ളാഹുവിനെ പൊറപ്പിക്കാൻ വേണ്ടിയിട്ട് മക്കൾ വിരിച്ചിട്ടോ അതിലേക്ക് എന്തെങ്കിലും ടെൻഷൻ അടിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പിന്നെ എനിക്കിപ്പോൾ എന്താ ഹസനില്ലായിരുന്നു ഹാപ്പി അല്ലേ അങ്ങനെ ഹാപ്പി നടക്കാൻ പാടുണ്ടോ സ്വഭാവമാണത് ആരെങ്കിലും രോഗിനെ സന്ദർശിക്കാൻ പോയാൽ ഓൻ റഹ്മത്തിൽ ആണ്ടിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവൻ ഇരിക്കുന്നത് വരെ വൈദാ ജലസ ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ മുങ്ങിക്കഴിഞ്ഞു. പിന്നെ وعن ثوبان رضي الله عنه أن رسول الله صلى الله عليه وسلم قال رسول الله إذا أصاب أحدكم الحمى നിങ്ങൾക്ക് പനി ബാധിച്ചാൽ പനി ഉണ്ടോ ഒന്ന് പനിച്ചൂടെ എനിക്ക് കേൾക്കണോ പനി എന്നത് നരകത്തിൽ നിന്നുള്ളൊരു പീസാണ് കഷ്ണമാണ് തന്നെ തൊട്ട് പച്ചവെള്ളം കൊണ്ട് തണുത്ത പച്ചവെള്ളം കൊണ്ട് അതിനൊക്കെ എടുത്തിക്കളയട്ടെ പൊലിക്കുന്നവൾ പുഴയിൽ പോയിട്ടവൻ മുങ്ങിക്കുളിക്കട്ടെ ഓളത്തിനിക്ക് അഭിമുഖമായി നിൽക്കട്ടെ മോളത് താഴേക്കല്ല വെള്ളം ഒഴുകുക അപ്പം അതിന് അഭിമുഖമായി ഇങ്ങനെ നിൽക്കട്ടെ ശരിയല്ലേ മുഖം എങ്ങോട്ടാക്കിയിട്ട് വെള്ളം ഇടുന്നാ വരുന്നത് വെച്ചാൽ ആ ഭാഗത്ത് കാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുക കേടൊക്കെ അങ്ങോട്ട് ഒലിച്ചോട്ടെ ഇങ്ങോട്ട് ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ശ്ഫി അബ്ദക് വസദ്ദിഖ് റസൂലക് എന്ന് അവൻ പറയുകയും ചെയ്യട്ടെ. ബഅദ സ്വലാത്തി സുബ്ഹി ഖബ്ല തുലൂഇ ശംസി സുബ്ഹ് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് സൂര്യോദയത്തിൻ്റെ മുമ്പായിട്ട് പിന്നെ വല്യഗ്മിസ് ഫീഹി എന്നിട്ട് അവൻ വെള്ളത്തിൽ മുങ്ങുകയും ചെയ്യട്ടെ. സലാത്ത ഖംസാത്തിൻ 3 മുങ്ങൽ സലാസ അയ്യാമിൻ ഇത് 3 ദിവസം തൊടുകയും ചെയ്യട്ടെ. 3 മുങ്ങൽ 3 ദിവസം. ഫഇല്ലം യബ്റഇ 3 ദിവസം കൊണ്ട് മാറുന്നില്ലെങ്കിൽ ഫി സലാസിൻ 3 പകരം വരുന്നില്ലെങ്കിൽ ഫഹംസിൻ 5 ദിവസം മുങ്ങട്ടെ. ഫഇല്ലം യബ്റഇ ഫി ഹംസിൻ 5 ദിവസം മുങ്ങിയിട്ട് മാറുന്നില്ലെങ്കിൽ ഫസബിഇൻ 7 ദിവസം മുങ്ങട്ടെ. അപ്പോൾ ഒറ്റയായിട്ട് പോകണം കേട്ടോ, 6 മുതൽ 4 മുതൽ നിർത്തരുത്. ഫൈലം ഫി ഹൈസബിൻ 7 ദിവസം മുങ്ങിയിട്ട് മാറുന്നില്ല എങ്കിൽ 9 മുങ്ങട്ടെ. ഉറപ്പാണ് 9 വിട്ടുകിടക്കാൻ അടുത്താവൂല. ബിദിനില്ലാഹി അസ്സ വജല്ല. റവാഹു തുർമുദി വഖാല ഹാദാ ഹദീസുൻ ഗരീബ്. ഓതാനിയോ ഓതാനിയാസ് ಹೌದು ಆಯ್ತು നിങ്ങൾക്ക് ഇപ്പോൾ ഓതാ പറഞ്ഞെങ്കിൽ നമുക്ക് ഓതാ. റളിയല്ലാഹു അൻഹു ഖാല ദുക്കിറത്തിൽ ഹുമ്മാ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബിൻ ഹദറത്തിൽ പനിയെക്കുറിച്ച് പറയപ്പെട്ടു. നാട്ടുകൂടെ പനിയുണ്ട് നബിയെ. ഫസബ്ബഹ റജുലുൻ അപ്പം ഒരു ആളിനെ ശപിച്ചു. പണ്ടാറടക്കാൻ ഒരു പനി ഇറങ്ങിയപ്പോൾ ഇങ്ങനെയുണ്ടല്ലോ ചേറ്റം വില കൊറോണ എന്നൊക്കെ പറഞ്ഞാണ്ട് ഇതൊക്കെ ഹൈറാണ്. എത്തെല്ലാം ഹൈറ് എന്ന് വിചാരിച്ചിട്ട് അമ്മങ്ങൾ. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂൽ പറയാൻ ലാ തസുബ്ബഹാ
മോനെ നീ ഒരിക്കലും പനിയെ കുറ്റം പറയല്ല, ചീത്ത പറയല്ല. ഫൈന്നഹാ തുങ്കിദ്ദുനൂബ, അത് പാപങ്ങളെ കഴുകി വൃത്തിയാക്കും. കമാ തുങ്കിന്നാർ ഹബദൽ ഹബീദ്, ഇരുമ്പിൻ്റെതായിരിക്കുന്ന അഴുക്കിനെ തീയെ നീക്കി വൃത്തിയാക്കും പോലെ പാപങ്ങളെ കഴുകി കളയുന്ന സാധനമാണ് പനി. റവാഹു ഇബ്നു മാജാ. പിന്നെ ഉത്തരബി ഒരു പണ്ട് രോഗിനെ കാണാൻ വേണ്ടി പോയി. ഫഖാല അബ്ശിർ ഫഇന്നല്ലാഹ തആല യഖൂൽ, രോഗിനോട് പറയാണ്, മോനെ നീ സന്തോഷിച്ചോ, എൻ്റെ ഭാഗ്യം. അങ്ങനെ പറയണ്ടേ? ഇജ്ജ് കുടുങ്ങിയടാന്നല്ല പറയണ്ടേ? പിന്നെ അൻ്റെയൊക്കെ ഒരു ഭാഗ്യേ. അല്ല പറയണ കണ്ടോ, ഹിയനാരി, അതെൻ്റെ നാറാൻ, ഇഹലോകത്ത് വെച്ചെൻ്റെ മുഅ്മിനായ അബ്ദിൻ്റെ മേലിൽ ഞാൻ ആർക്കൊരു അധികാരം കൊടുത്തേക്കാണ്. നാളെ നരകത്തിലിട്ട് കത്തിക്കേണ്ട തീയാണിത്. ദുന്യാവിൽ എൻ്റെ അബുദായതുകൊണ്ട് മുമ്പിനായ അബുദാണ്ടതൊക്കെയാണ്. അത് കുറച്ച് പഠനം കൊടുത്ത് ചൂടാക്കി വിടുകയാണ്. ഇനി അവിടെ പോയിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമല്ല, അവിടെ ഇട്ട് കാണ്ട് തിരിയിട്ട് ചൂടാക്കേണ്ട ആവശ്യമല്ല. ഇല്ലി തെക്കൂന ഹല്ലഹോമിനാരി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നരകത്തിൽ നിന്ന് അവന് കിട്ടേണ്ട വിഹിതത്തിന് അത് വിഹിതമാകാൻ വേണ്ടിങ്ങാണ്ട് ദുന്യാവ് തന്നെ എന്ത് ചെയ്തതാണ്, ഒന്ന് ചൂടാക്കിയതാണ്. ഇത് എൻ്റെ ഒക്കെ ഭാഗ്യം. അങ്ങനെയാ പറഞ്ഞു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോട്? ഒരു പനിക്കണ രോഗിനോട്. റവാഹു അഹ്മദ് ഇബ്നു മാജ വൽ വഹീഖി ഫീ ശുഅബിൽ ഈമാൻ. ശരിയല്ലേ? വായിച്ചോളി. എന്നാൽ മതിയാക്കാനായ നേരം നിങ്ങൾ മതിയാക്കുക, ഇല്ലെങ്കിൽ അങ്ങനെ പോവുക. വൻ അൻസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി പറയാണ്, ഇന്ന റബ്ബ സുബ്ഹാനഹു വ തആല യഖൂലു, റബ്ബ് സുബ്ഹാനഹു വ തആല വരണ്ട്, വൈസത്തി വ ജലാലി, എൻ്റെ മഹത്വവും പ്രതാപവുമാണ് സത്യം. ലാ ഉഖ്രിജു അഹദൻ മിനദ് ദുനിയാ ഉരീദു അഗ്ഫിറു ലഹു വ തസ്തൗഫിയ കുല്ല ഖതിയത്തിൻ ഫീ ഉനുഖിഹി ബിസഖമിൻ ഫീ ബദനിഹി വഖിഖ്താരിൻ ഫീ റിസ്ഖിഹി. ഖുദ്സി ഹദീസ് അതിന് പറയാം. അല്ല പറയുന്നുണ്ട്. കാരണം ഖുദ്സി ഹദീസ് അല്ല പറയാം. എന്താ പറഞ്ഞതറിയോ? ദുന്യാവെന്ന് ഒരാളെ ഞാൻ പുറപ്പെടുവിക്കൂല, മരിപ്പിച്ചു വിടൂല. എങ്ങനത്തെ റജാന്നറിയോ? അയാൾക്ക് പുറത്തു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനത്തെ റജലിനെ ഏതുവരെ പുറപ്പെടുവിക്കൂല? അസ്തൗഫിയ കുല്ല ഖതിയ, എല്ലാ പാപങ്ങളെയും ഞാൻ പൂർത്തിയാക്കുന്നത് വരെ. ഫിയുനുഖിഹി, അവൻ്റെ ഉനുക്കിലുള്ളതായിരിക്കുന്ന, അവൻ്റെ പെരടിയും കെട്ടിവെച്ചതായിരിക്കുന്ന പാപങ്ങളൊക്കെ പൂർത്തിയാക്കുന്നവരെ. ബിസഖമിൻ ഫി ബദനിഹി, അവൻ്റെ മേനി സോക്കട് കൊടുത്തുങ്ങാണ്ട്, അതിനോട് ലെവലാക്കിയിട്ടല്ലാതെ ഓൻ്റെ പെരടിയിൽ വെച്ചിരിക്കുന്ന പാപങ്ങളില്ലേ, അതിന് പകരം എന്ത് കൊടുത്തിട്ട്? രോഗം കൊണ്ട് സമപ്പെടുത്തിയിട്ടല്ലാതെ. ഫി ബദനിഹി, മേനിയിലും വൈക്കുതാരും വിരിസക്ക്, ഈ ഭക്ഷണത്തിൽ എടുക്കാൻ വെച്ചുങ്ങാണ്ടോ. ഇന്ന് പിന്നെ ഭക്ഷണത്തിൽ ആരും കൊടുക്കല്ല. ഏതില്ല എന്ന് പറഞ്ഞാൽ ഏത് കൊറോണ വന്നാലും 3 നേരം തിന്നത്തെ പേരല്ല, കിറ്റായിട്ടും ഏതെങ്കിലും കയറ്റി തിന്നാൻ എല്ലാവരും തിന്ന്. അപ്പം ഇനി സോക്കടയിലും കൊടുക്കണ്ടേ? റവാഹു റസീൻ വൻ ശുഖൈഖിൻ റളിയല്ലാഹു അൻഹു, ശുഖൈഖ് റളിയല്ലാഹു അൻഹു പറയാണ്, മരിള അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, ശഖീഖ് താബിഇയാൻ, അദ്ദേഹം പറയാണ്, ഇബ്നു മസ്ഊദ് രോഗിയായി, അത് സ്വഹാബിയാൻ. ഫഉദ്നാഹു, ഞങ്ങൾ സഹാബാക്കളെന്ന് എണ്ണപ്പെട്ട സഹാബാക്കളല്ലേ ബാക്കിയുള്ളൂ. അപ്പം ഞങ്ങളത് കാണാൻ വേണ്ടി പോയി. ജാലയബിക്കി, അപ്പോൾ ഇബ്നു മസ്ഊദ് ഇങ്ങനെ കാര്യ, ഒരു സ്വഹാബിയാണ്, മൂപ്പരിങ്ങനെ നിലവിളിക്കുകയാണ്. അപ്പം ആക്ഷേപിക്കപ്പെട്ടു. നിങ്ങളെന്തൊരു മനസ്സനാണ്, നിങ്ങൾ സ്വഹാബിയാണ്, അള്ളാഹ് റസൂലിനെ നേരിട്ട് കണ്ടു ഹദീസ് കേട്ട മനസ്സനാണ് നിങ്ങൾ രോഗമായിട്ട് നോടോളിച്ചിരിക്കുകയാണ്. ഇങ്ങോട്ട് ഇപ്പോൾ കാലാതെ പറഞ്ഞു, ഇന്നീലാബിക്കീലി അജലിൽ മറന്നി, മക്കളെ ഞാൻ രോഗിയായതുകൊണ്ട് കരയണല്ല. എന്തോ അന്നി സമീത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ നേരിട്ട് കേട്ടിന്, അൽ മറദു ഗഫാറ, രോഗമെന്ന് പാപങ്ങൾ പൊറപ്പിക്കുമെന്ന് അല്ലാഹു റസൂൽ പറഞ്ഞു, ഞാൻ കേട്ടിന്. അതുകൊണ്ട് രോഗത്തിന് മേലിൽ ഞാൻ കരയുന്നില്ല. പിന്നെ അന്നഹു അസാബനി അലാ ഹാരി ഫത്റ, നിശ്ചയമായിട്ട് ഞാൻ കരയണത് നിശ്ചയമായിട്ടും അസാബനി അലാ ഹാരി ഫത്റ, ഈ മുസീബത്ത് എനിക്ക് വന്നത് ഞാൻ ക്ഷീണിച്ച നേരത്താണല്ലോ. പോകാനായപ്പോഴല്ലേ നോക്കൽ കിട്ടിയുള്ളല്ലോ. ഇങ്ങോട്ടോ നല്ല പ്രയത്നിക്കാൻ പറ്റുന്ന നേരത്തെത്തിയില്ലല്ലോ. നീ സോക്കട് എന്ന് കിട്ടിയില്ലല്ലോ, നല്ല ജിദ്ദിയാത്തിന്റെ ആ ടൈമിൽ കിട്ടിയില്ലല്ലോ.
ലിയന്നഹു യുക്തബു ലിൽ അബ്ദി മിനൽ അജ്ർ, കൂലിയിൽ നിന്ന് അടിമക്ക് എഴുതപ്പെടുന്നു. ഇദാ മരിദ, രോഗിയായാൽ, മാ കാന യുക്തബു ലഹു ഖബ്ല അൻ യംരിദ, രോഗിയാകുന്നതിന് മുമ്പ് എഴുതപ്പെടുന്ന എഴുതും. ഫമനഹു മിൻഹുൽ മറളു, എന്നിട്ട് അമലിനെ തൊട്ട് മറലോനെ മുടക്കിയതാണ്. ഇതിപ്പോൾ അമല് കുറഞ്ഞതിന് ശേഷം രോഗിയായത്. ഇനി എന്ന് രോഗിയാകേണ്ടി, ഇനി നല്ല മണ്ടിറക്കുന്ന സമയത്ത് രോഗിയാകേണ്ടി, ഇനി ഇന്ന് അതേ അമലത്തെ രീതി രോഗിയാകുമ്പോൾ എഴുതിയിരുന്നല്ലോ. റവാഹു റസീൻ. പിന്നെ അനുസൃത റിപ്പോർട്ടാണ്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയെന്നില്ല ബഅദ സലാസ്. റവാഹു ഇബ്നു മാജാ വൽ ബൈഹഖി ഫീ ശുഅബിൽ ഈമാൻ. ബജ്ജൂ പറയുമ്പോക്കിനാണ് മണ്ടലല്ല. ഏതായാലും പിന്നെ രോഗിയായാൽ അതായത് ഈ ഹദീസിൻ്റെ കാര്യത്തിൽ ഖിലാഫൊക്കെ ഉണ്ട്. ഇമാമികളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഈ ഹദീസിൽ പറഞ്ഞതിനെ മാനപ്പം എങ്ങനെയാണ് 3 ദിവസം കഴിഞ്ഞിട്ട് ഇനി രോഗം കാണാൻ വേണ്ടി പോകല്. അതിൽ മറ്റു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നിൻ്റെ രണ്ടിന്ന് പോയാലൊക്കെ മഹത്വം തന്നെയാണ്. ഇങ്ങനെ ഹദീസിൽ വായിച്ച് മതിയാക്കിയാണ്. وعن عمر الخطاب رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا دخلت على مريض, രോഗിൻ്റെ മേലിൽ കയറി ചെന്നാൽ ഫമുറുഹു, അയാൾ ദ്വാരക്കാൻ വരണം. നിങ്ങൾക്ക് ദ്വാരക്കണം കേട്ടോ. ആരോട് വരണം? രോഗിനോട്. നിങ്ങൾക്ക് ദ്വാരക്കണം എന്ന് പറയണം. യദുഊലക, അയാൾ എനിക്ക് വേണ്ടി ദ്വാരുന്നോളും. ഫഇന്ന ദുആഅഹു കദുആഇൽ മലായിക, പജാതെ കിടക്കണോ എൻ്റെ ദുആ ഉണ്ടല്ലോ, മലക്കളുടെ ദുആക്ക് സമാനമാണ്. ഖാല റസൂലുള്ളാഹി, റവാഹു ഇബ്നു മാജാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ വായിച്ചോളി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മാനത്തൊട്ട് റിപ്പോർട്ട് അന്നഹു ഖാല, മിനസ്സുന്നത്തി, മുത്തനബിൻ്റെ ചര്യയിൽപ്പെട്ടതാണ് തഖ്ഫീഫുൽ ജുലൂസ്, രോഗിൻ്റെ അടുത്തുള്ള ഇരുത്തം തഖ്ഫീഫ് ചെയ്യാറുള്ളത്. നിങ്ങൾ നീച്ചു പോയിക്കോളിന്ന് പറയോളം കുത്തിരിക്കരുത്. കുറച്ചു നേരം ഇരുന്ന് വേഗം ചെയ്യണം, അവിടുന്ന് പോരണം. അതുപോലെ തന്നെ വഖില്ലത്തു സ്വഹബി, കോലാഹലം കുറക്കലും ശബ്ദം കുറക്കലും ഫിൽ ഇയാദത്തി, സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ ഇന്ദൽ മരീൽ, രോഗിൻ്റെ അടുക്കൽ വെച്ച് കണ്ട് അതിൽ കോലാഹലം വെച്ച് വിളിച്ചുണ്ടാക്കരുത്. അല്ല സൗമ്യമായിട്ട് കുറച്ചൊക്കെ സംസാരിക്കാൻ പോരാ. അള്ളാൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ലമ്മാ കസറ ലഗത്തുഹും വഖ്തിലാഫുഹും, സ്വഹാബത്തിൻ്റെ ശബ്ദവും അങ്ങുമിങ്ങുമുള്ളതായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസവും കസീറായപ്പോൾ നബി പറഞ്ഞു. എന്ത് പറഞ്ഞു? കൂമു അന്നി, എന്നെ തൊട്ട് എല്ലാവരും എഴുന്നേറ്റ് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിലായില്ലേ? രോഗിയുടെ അടുത്ത് ചേട്ടൻ എന്ത് ചെയ്യരുത്, ശബ്ദം ഉണ്ടാക്കരുത്, നീച്ചു പോയി അവിടുന്ന് കാരണം. റവാഹു റസീൻ. വൻ അനസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഇയാദത്തു ഫുവാഖനാക, ഒരു ഫുവാഖനാക്കത്ത് മാത്രമാണ് എന്ത്, രോഗസന്ദർശനം. ഇയാദത്ത് എൻ്റെ ഒരു ഇബാദത്ത് എന്നെഴുതി, നിങ്ങൾ ഇയാദത്തല്ലേ. അപ്പോൾ കുറച്ച് ഒരു ഫുവാഖനാക്കുന്ന, ഒട്ടകത്തെ കറക്കുമ്പോൾ ആദ്യം ഒന്ന് കറന്നെടുത്തിട്ട് രണ്ടാമത് കുട്ടിയെ വിട്ട് കുടിപ്പിച്ച് ഒന്നുകൂടി കറക്കൂലേ, അതിൻ്റെ ഇടയിലെ സമയത്തിനാണ് എന്ത് പറയുക, ഫുവാഖനാക്കത്ത് അറിയാം. വഫി റിവായത്തി സഈദ് ബിൻ മുസയ്യിബ് മുർസലൻ, മുർസലായി കൊണ്ട് സഈദ് ബിൻ മുസയ്യിബിൻ്റെ റിപ്പോർട്ടിൽ കാണാം, അഫ്ദൽ ഇയാദത്തി സുർഅത്തുൽ ഖിയാം, സന്ദർശനത്തിൽ അഫ്ദലായത് പെട്ടെന്ന് എഴുന്നേറ്റ് പോരുന്നതാണ്. റവാഹുൽ ബൈഹഖി ഫീ ശുഅബിൽ ഈമാൻ. വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത റജുലൻ, മുത്തനബി ഒരാളെ സന്ദർശിച്ചു. ഫഖാല ലഹു, തങ്ങൾ ചോദിച്ചു, മാ തസ്തഹി, എന്താ കിട്ടാൻ ആഗ്രഹമുള്ളത് ചോദിച്ചു. കാലാസ്തഹി ഹുബ്സ ബുർരിൻ, ഞാൻ ബുറിൻ്റെ റൊട്ടി തിന്നാൻ ഇഷ്ടപ്പെടുന്നു നബിയേ. കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി പറഞ്ഞു, മൻകാന ഇൻദഹു ഹുബ്സു ബുർരിൻ, ആരടുത്തെങ്കിലും ബുറിൻ്റെ റൊട്ടി ഉണ്ട് എങ്കിൽ ഫല്യബ്അഥി ഇലാ അഖീഹി, തൻ്റെ ഈ സഹോദരനിലേക്ക് കൊടുത്തു വിടൂ. സുമ്മ കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി പറഞ്ഞൊരു പൊതുവായ വാക്ക് പറഞ്ഞു. അപ്പോൾ ആദ്യം ആ രോഗിനോട് എന്താ ഇഷ്ടമെന്ന് ചോദിച്ചു, അത് കൊടുക്കാനും പറഞ്ഞു. എന്നിട്ട് പൊതുവാക്ക് പറയാണ്, ഇദസ്തഹാ മരീളു അഹദിക്കും ഷൈആ, നിങ്ങളിൽപ്പെട്ട ഒരാൾ
നിങ്ങളിൽപ്പെട്ട ഒരാളിൽപ്പെട്ട നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു രോഗി ആഘോഷപ്പെട്ടാൽ ഇതാസ്തഹ മരീലുൻ അഹദക്കും നെയ്ക്കോട്ടെ, അങ്ങനെ ഒന്നാകുക. യസ്തഹ മരീലുൻ അഹദക്കും, നിങ്ങൾ ഒരാളോട് രോഗി ആവശ്യപ്പെട്ടാൽ ഷൈഅൻ വല്ലതും ആവശ്യപ്പെട്ട ആഗ്രഹം പ്രകടിപ്പിച്ചാൽ ഫൽയുത്ഇംഹു, അതവനിക്ക് ഭക്ഷിപ്പിക്കട്ടെ. നിർബന്ധിച്ച് തിന്നാൻ കൊടുക്കരുത്. അതുകൊണ്ട് ഹദീസിൽ തിന്ന് 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 തിന്നാണ് തിരിച്ചത്. മരുന്നും അങ്ങനെ തന്നെ. ഏത് മരുന്ന് കുടിക്കാൻ മൂപ്പർക്ക് ആണെങ്കിൽ മരുന്ന് കുടിച്ചോട്ടെ, മരുന്ന് കുടിച്ച് കാരണം എന്ത് ചെയ്യരുത്, നിർബന്ധിക്കരുത്. ഞാൻ ഇത് ഈ ഹദീസിനെ മാനല്ല പോക്കണം കേട്ടോ, അത് ഞാൻ പറഞ്ഞപ്പോൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞു എന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ പറഞ്ഞാൽ എന്താണ്, രോഗിക്ക് വല്ലതും ആഗ്രഹമുള്ള ഭക്ഷണം പറഞ്ഞാൽ കൊടുക്കണം. ആപ്പിൾ വേണമെന്ന് പറഞ്ഞാൽ ആപ്പിൾ വാങ്ങി കൊടുക്കുക. റവാഹു ഇബ്നു മാജ. വൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഖാല തൂഫിയ റജുലുൻ ബിൽ മദീന, മദീനത്തെ ഒരാൾ മരിച്ചു. മിമ്മൻ ഉലിദ ബിഹ, മദീനയിൽ ജനിച്ചു വളർന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട. ഫസല്ല അലൈഹി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി അദ്ദേഹത്തിന് മയ്യിത്ത് നിസ്കരിച്ചു. ഫഖാല യാ ലൈതഹു മാത ബിഗൈരി മൗലിദിഹി, യാ ലൈതഹു, കാര്യമായാൽ നന്നായിരുന്നേനെ, മാത്ത ഇദ്ദേഹം മരിച്ചിരുന്നുവെങ്കിൽ ബിഗൈരി മൗലിദിഹി, താൻ ജനിച്ച നാട്ടിലല്ലാതെ മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറഞ്ഞു. ഖാലു, സഹാബത്ത് സംശയം ചോദിച്ചു, വലിമദാക യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലെ എന്താണ് അവിടുന്ന് അങ്ങനെ പറയാൻ കാരണം? കാലാപ്പ തങ്ങൾ പറഞ്ഞു, ഇന്ന റജുല ഇദാ മാത ബിഗൈരി മൗലിദിഹി, ഒരു മനുഷ്യൻ തൻ്റെ ജന്മദേശമല്ലാത്തയിടത്ത് മരിച്ചാൽ ഖീസ ലഹു മിൻ മൗലിദിഹി ഇല്ലാ മൻഖതിഇ യഹരിഹി ഫിൽ ജന്ന, അവനിക്ക് വേണ്ടി അളക്കപ്പെടുന്നു. എന്ത്? മിൻ മൗലിദിഹി, ജന്മദേശം മുതൽ, ഇലാ മുൻഖതിഇ യഹരിഹി, തൻ്റെതായിരുന്ന അടയാളം മുറിഞ്ഞു പോകുന്നതായ അഥവാ മറവ് ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ, അതുവരെയുള്ളതായ ഭൂപ്രദേശം അളക്കപ്പെടുന്നു. ഫിൽ ജന്ന, സ്വർഗത്തിൽ. മനസ്സിലായില്ലേ? എവിടെയെങ്കിലും വെച്ച് അയാൾ പറച്ചോനെ അവിടെ മരിച്ചാനെ ഇനിയോ ഇല്ലേ, ആ മരിച്ചാനായിട്ട് അങ്ങോട്ട് ആണ്ട് പോയില്ലേ എന്നൊക്കെ പറയും. ഗൾഫിൽ നിന്നൊക്കെ മരിച്ചാലും എവിടെയെങ്കിലും പോയാണ്ട് എവിടെയെങ്കിലും മറ്റ് സ്റ്റേറ്റിലൊക്കെ പോയി മരിച്ചാൽ മരിച്ചോട്ടെ, അത്രയും സ്ഥലം സ്വർഗത്തിലായിക്കുണ്ടേ. ഇബ്നു മാജ വൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗതു ഖുർബത്തിൻ ഷഹാദ, അന്യനാട്ടിൽ പോയി മരിക്കൽ ഷഹാദത്തിൻ്റെ പ്രതിഫലമാണ്. റവാഹു ഇബ്നു മാജ. വൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ മാത മരീദൻ മാത ഷഹീദ, ആരെങ്കിലും രോഗിയായിട്ട് മരിച്ചാൽ അവൻ ഷഹീദായിട്ട് മരിച്ചു. അങ്ങനെ ഔ ഉഖിയ ഫിത്നത്തൽ ഖബരി, അല്ലെങ്കിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ഖബറിൻ്റെ ഫിത്ന അവനക്ക് കാക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. മാത ഷഹീദ് എന്നാണോ ഉഖിയ ഫിത്നത്തൽ ഖബരി എന്നാണോ ഷക്കുറാവിയാൻ. വഹുദിയ പിന്നെ വഹുദിയ വരീഹ അലൈഹി ബിരിസ്ഖിഹി മിനൽ ജന്ന, വരീഹ അവനിക്ക് അതിന് ഉദിയല്ലേ മുമ്പ്, വരീഹ അവന് പ്രഭാതത്തിലും പ്രദോഷത്തിലും ഭക്ഷണം കൊടുക്കപ്പെടുന്നതാണ്. ഇവിടെ ബിരിസ്ഖിഹി മിനൽ ജന്ന, സ്വർഗത്തിൽ റിസ്ഖിനെ അവർക്ക് പ്രഭാതത്തിലും പ്രദോഷത്തിലും നൽകപ്പെടുന്നതുമാണ്. റവാഹു ഇബ്നു മാജ ഫീ ശുഅബിൽ ഈമാൻ. വഅനിൽ ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, യഖ്തസിമു ശുഹദാഇ, ശുഹദാക്കൾ തർക്കിക്കും, വൽ മുതവഫൗന അലാ ഫുറുഷിഹിം, വിരിപ്പിൽ കടന്ന് മരിച്ച ആളുകളും. മനസ്സിലായില്ല? പോർക്കളത്ത് ഇറങ്ങിയാണ് വെട്ടുകിട്ടി മരിച്ച ആളുകൾ കുറേ ആൾക്കാർ മഹ്ശറിൽ വരികയാണ്. കുറച്ച് ആൾക്കാർ കട്ടിൽമ കടന്നാണ് മരിച്ച ആൾക്കാരും. രണ്ട് വിഭാഗവും തർക്കിക്കുന്നു. ഇലാ റബ്ബിന അസ്സ വജല്ല, റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക്, ഫില്ലദീന യതവഫൗന മിനത്താഊൻ, താഴ്വ് കാരണമായിട്ട് മരിച്ചവരെ ഏത് കൂട്ടത്തിൽ കൂട്ടണം? കുത്തുകലശം കിട്ടിങ്ങാണ്ട് തലമത്തട്ട് കാരണമായിട്ട് മരിച്ചോണ്ടല്ലോ, അതുമായി ഉണ്ടായിക്കൊണ്ട് മരിച്ചോനെ ഞങ്ങളെ കൂട്ടത്തേക്ക് കൂട്ടുമോ ഓല കൂട്ടത്തേക്ക് കൂട്ടണം? രണ്ട് വിഭാഗം അവനാൻ്റെ എന്ന് പറയും. ഫയഖൂലു ശുഹദാഉ, ശുഹദാവ് പറയും, യഹ്വാനുന ഖുതിലൂ കമാ ഖുതിൽനാ, അവർ ഞങ്ങളെ സഹോദരങ്ങളാണ്,
നമ്മൾ കൊല്ലപ്പെട്ട പോലെ കൊല്ലപ്പെട്ടവരാണ് അവർ. ത്വാഊന് കൊണ്ട് ബാധിച്ച് മരിച്ചാൽ ഞങ്ങൾ കൊല്ലപ്പെട്ട മാതിരി മരിച്ചിട്ടുണ്ട്. ആയുസ് തീരുന്നതിൻ്റെ മുമ്പ് പെട്ടെന്ന് എന്ത് ചെയ്തുകയാണ്, മരിച്ചിക്കല്ലേ. യഖൂലു മുതവഫൗനായി, അപ്പോൾ മറ്റോൽ കട്ടിൽ മകർന്ന് മരിച്ചോൽ പറയും ഇഹ്വാനിന, അവർ ഞങ്ങളെ ഇഹ്വാനാൻ മാത്തുവല ഫുറുഹിം കമാമിത്തിന ലൈമുത്തിന മാത്ത മൂത്തിന് ഏതേൻ മാത്ത മാത്ത മാത്തോ മാത്ത മാത്ത മിത്തിനാന്നും മുത്തിനാന്നും പറയാം. ഞങ്ങളൊക്കെ കട്ടിൽമ കടന്ന് മരിച്ചതുപോലെ വിരിപ്പ് കടന്ന് തന്നെയാണ് അവരും മരിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ ഇഹ്വാനാൻ. യഖൂലു റബ്ബുനാ, അപ്പോൾ റബ്ബ് പറയും ഉൻദുറൂ ഇലാ ജിറാഹത്തിഹിം, അവിടെ മുറിവുകളിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഫൈനസ്ബാദ് ജിറാഹും ജിറാഹൽ മഖ്തൂലീൻ, പോർക്കളത്തിൽ കൊല്ലപ്പെട്ടവരുടെ മുറിവിനോടാണ് അവിടെ മുറിവിന് സമാനതമെങ്കിൽ സാമ്യമെങ്കിൽ ഫൈന്നഹും മിൻഹും വമഹും, അവർ അവരുടെ കൂട്ടത്തിലും അവരുടെ കൂടെയുമാണ്. വൈദാ ജറാഹും, അപ്പോൾ അവരുടെ മുറിവ് കദസ്ബാത്ത് ജിറാഹും, അവരതാ പോർക്കളത്തിൽ മരിച്ച ആളുകളുടെ മുറിവിനോട് അവരുടെ മുറിവ് എന്ത് ചെയ്തിട്ടുണ്ട്, തുല്യമായിട്ടുണ്ട്. റവാഹു അഹ്മദു വന്നസായിയു. ഫാൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അൽ ഫാറു മിനത് തഊൻ, താവൂനിൽ പെടുമോയെന്ന് വിചാരിച്ചിട്ട് ഓടി രക്ഷപ്പെടുന്നവൻ കൽഫാരി മിനസ് സഹഫി, യുദ്ധത്തിൽ നിന്ന് തിങ്ങി വെട്ടുമ്പോൾ ഓടുന്നവനെ പോലെയാണ്. വസ്സാബിറു ഫീഹി, അതിൽ ക്ഷമിച്ചു കഴിയുന്നവൻ ലഹു അജ്റു ഷഹീദ്, അവന് ഷഹീദിൻ്റെ പ്രതിഫലമുണ്ട്. റവാഹു അഹ്മദു.